അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കും. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദനെ പിതാപുത്രനും പരിശുദ്ധാത്മാശ്രയിക്കുക.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നില്ലോ. അനുഭവത്തിലൂടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൻ്റെ കാലാവസ്ഥാ ഭേദങ്ങളെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് പറയണത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിനക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടാകണം. സമൂഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ 5 ക്രിസ്ത്യാനികളുണ്ട്, നീയും അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി 5 ക്രിസ്ത്യാനിയുണ്ട്. പക്ഷെ 5 ക്രിസ്ത്യാനിയും 5 ക്രിസ്തുവിനെയാണ് അറിയണത്. 5 ക്രിസ്തുവിനെ അതിന് ഏറ്റവും മോസ്റ്റ് ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഓരോരോ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയുന്നു എന്നുള്ളത് നമ്മൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയണമെന്നുള്ളതിൻ്റെ ഒരു ദൂരമാണ്. അത് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയണത്. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങളിപ്പോൾ എന്തല്ല, ഇപ്പം കർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പറയും. അങ്ങനെ പല മനുഷ്യരും പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറയും. അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. ഇപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ, ആ ജനങ്ങൾ പറയുന്ന ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല ക്രിസ്തു എന്താണെന്ന് ജനങ്ങൾ പറയുന്നു എന്നല്ല, ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ കാര്യം നാളെ നിൻ്റെ നേരെ ചോദ്യം വരും. എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെടിപ്പും മെനയുമായിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറായിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു മരിയൻ ശുശ്രൂഷകനാണ്. പക്ഷെ എൻ്റെ ടോക്കെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മരിയൻ എന്താ? ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ്. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഞാനും അമ്മയായിട്ട് നല്ല പേഴ്സണൽ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അല്ല 2 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെടത്തില്ലല്ലോ. ഏറ്റവും വലിയ ഇമോഷണലായിട്ട് എന്നെ എടുത്തു മറിച്ച് കളഞ്ഞത് ഈജിപ്തിൽ വെച്ച് അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഞാൻ എൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, പറയേണ്ട സമയത്ത് വീണ്ടും പറയും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അമ്മയോട്ടുണ്ട്. എങ്കിലും ഞാൻ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്തിനാണ് ഞാൻ അമ്മയെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം സെലക്ട് ചെയ്ത ആളാണ് അമ്മ. അമ്മ വയറ്റിലിട്ട് ക്രിസ്തുവിനെ വളർത്തിയ 10 മാസം ഉണ്ടല്ല, ഒരു വല്ലാത്ത ധ്യാനത്തിൻ്റെ ഒരു മാസമാണത്, 10 മാസം. എന്നിട്ട് അമ്മ പ്രസവിച്ച് ലോകത്തിന് വളർത്തിക്കൊടുത്തില്ലേ. ഇനി നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാവിധ അനുഭവങ്ങളും, പഠനങ്ങൾ മാത്രമല്ല അനുഭവങ്ങളും എല്ലാം എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കണം. കാര്യം ഒരു വ്യക്തിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യണത് ആദ്യം അനുഗ്രഹം തരും. അപ്പോൾ നമ്മൾ ABCD ക്രിസ്ത്യാനി ആണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ കുറച്ചുമ്പോൾ മരിച്ചു പോകും. ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടും. അതായത് അവർക്ക് തീഷ്ണമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ തങ്ങളുടെ വയറിനും കുടുംബത്തിനും വേണ്ടി ജോലിക്കും മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹത്തിൽ അവർ മരിച്ചു പോകും. അനുഗ്രഹത്തിൽ അവർ 90 വയസ്സൊക്കെ ജീവിച്ച് മരിച്ചു പോകും. സെക്കൻഡ് സെക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തെ സ്ഥലം അഭിഷേകം ഉള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ നോക്കും മറ്റുള്ളവർക്ക്. ആ അഭിഷേകമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ, അഭിഷേകമുള്ളവർക്ക് എപ്പോഴും കിട്ടുന്നത് കാര്യം ക്രിസ്തുവിൻ്റെ ഒരു ഭാഗം മുഴുവൻ ത്യാഗമാണ്, മുറിവിൻ ഒടിയുവാണ്. നമുക്ക് ഉയർത്തുന്നേരെ ക്രിസ്തുവിനെ കിട്ടുന്നതിന് മുമ്പ് പാഷൻ ക്രിസ്തുവാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 50-50 ആണ് ശരിക്കും. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ സത്യക്കേട് കാണിക്കരുത്. അപ്പോൾ ചില ആൾക്കാരെ കാനഡയിൽ പോകാൻ മാത്രം കിട്ടണ കല്യാണം. അപ്പോൾ കാനഡയിൽ പോകാൻ PR കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
ഉടനെ ഡൈവേഴ്സ് ചെയ്യും. അപ്പോൾ ഇയാൾ ആരുടെ കല്യാണം, കാനഡാരാണ് കല്യാണം കഴിച്ചത്, അതാ PR ആണോ കല്യാണം കഴിച്ചത്? എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന്, സർക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇനി ഒറ്റ പോകത്തില്ല, ഇതിനെല്ലാം തിരിച്ചു വരും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ ഒരു കാലമാകുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തിരിച്ചു വരും. ഒരു മാർഗ്ഗമില്ല കാര്യത്തിൽ. ഇതൊക്കെ ചെറുപ്പത്തിൽ തിളപ്പ് കൊണ്ട് ബുദ്ധിയും ബോധം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടുന്ന പരിപാടികളാണ്. ഈ അഭ്യാസങ്ങൾ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. എന്ത് കാര്യം, ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പറയണമല്ലോ, ഇത് 21 ലക്ഷം മനുഷ്യരല്ലേ ഇത്രയും നാൾ അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവും കേട്ട് വരുമ്പോഴേ ഓരോ മനുഷ്യൻ്റെ ജന്മം ഇങ്ങനെ നിരർത്ഥകമായിട്ട് പൊരിച്ച് കാണുമ്പോഴേ നമുക്ക് വിഷമം വരും ശരിക്കും. അപ്പോൾ അതാണ് എൻ്റെ വാക്കിലൂടെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കണത്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവത്തിലൂടെ എല്ലാം നമ്മൾ പല മനുഷ്യരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഒരു സഭ കൈമാറി തന്ന ക്രിസ്തു അനുഭവം, ഈ അനുഭവത്തിലേക്ക് പോകുന്ന ഇതിനെ എല്ലാം എടുക്കേണ്ടത് ഓൾ റോഡ്സ് റോം എന്ന് പറഞ്ഞ പോലെ ഓൾ റോഡ്സ് ക്രൈസ്റ്റ്, എല്ലാ വഴികളും ക്രിസ്തുവിലേക്ക്. അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്ത് ദൈവത്തിന് നിന്റെ നിലപാട് സത്യസന്ധമായിട്ട് തോന്നിയാൽ ദൈവം നിന്നെ ഏറ്റെടുക്കും. അവിടെ വെച്ചാണ് ഈ അഭിഷേകം കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മൾ ജീവിക്കണത്. ഇപ്പോൾ ഒരു ഭാര്യ ഇട്ടച്ചും പോയാൽ അവൻ്റെ പാഷൻ അവൻ്റെ പാഷനായി, സങ്കടമായി, വേഗരം കണ്ട കാലമായി. ഭർത്താവ് ഇട്ടച്ചും പോയാൽ വേഗരം കണ്ട കാലമായി. അപ്പോൾ നമ്മൾക്ക് എക്സോർവായി നമ്മൾക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ ഇന്നലെ ഞാനൊരു പെൺകൊച്ചിനെ കണ്ട്, അവൾ 16 പ്രാവശ്യം മൊഡ്യൂൾ ജർമ്മൻ, 2 മൊഡ്യൂൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവൾ എന്നെ കണ്ണടപ്പോൾ തന്നെ കുഞ്ഞു നിലക്ക് നിലവിളിക്കുക. പാഷനാണ്. നിങ്ങളതിൽ നിന്നൊക്കെ കരകയറി വരും. പക്ഷെ ആ പാഷൻ്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനം എന്നിലൂടെ പൂർത്തിയാകുന്നു. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ എന്ന പോരായ്മ എന്ന പറഞ്ഞ വാക്കുണ്ട്. അട്ടിപ്പൊടിയാണത്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ബൈബിളിലെ ഏറ്റവും ടോപ്പ് വെളിപാടുകളിൽ ഒന്നാണിത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളിലുണ്ട്. അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ കഷ്ടനഷ്ടങ്ങളിലൂടെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യണത്. അതിനെ എന്താ പറയണത്, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ ക്രിസ്തുവിനോട് സഹിക്കുകയാണ് ശരിക്കും പറയണത്. അപ്പം ഈ ക്രിസ്തുവിനോട് സഹിക്കുന്നവരെന്താ ചെയ്യണത്, ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുണ്ട്. 2 തിമോത്തി 2:12 നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും. അപ്പം അതായത് ക്രിസ്തുവിനോട് സഹിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുള്ള ആ വചനത്തിനോട് ചേർന്ന് ഇത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എന്താണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യമല്ലേ. അപ്പം ജനങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് നമ്മളെ അനുഭവത്തിൽ ജനങ്ങൾ പലതും പറയും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ വിഡ്ഢിത്തരങ്ങളും ആയിരിക്കും അത്. മറിച്ച് നമ്മൾക്ക് അനുഭവവേദ്യമായ ഒരു ക്രിസ്തു, നമ്മുടെ ക്രിസ്തു, നിൻ്റെ സ്വന്തം ക്രിസ്തു. അതൊരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിലാണ് ക്രിസ്തുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും കർത്താവിനോട് ആഭിമുഖ്യമുള്ള വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിവിൽ 1-ാം സ്ഥാനത്ത് എത്താൻ നോക്കണം. കാര്യം അറിവിൽ വളരുക. 2 Pетros 3:18 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അറിവിലും വളരുവിൻ. അപ്പം ഈ 5 പേരുടെ വീട്ടിലുണ്ടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നീ കർത്താവിനോട് ആഭിമുഖ്യം ഉള്ള ആളെന്ന രീതിയിൽ
അറിവിൽ വളരണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇന്നലെ കിട്ടിയ അറിവായിരിക്കത്തില്ല ഇന്ന് കിട്ടുന്ന അറിവ്. അപ്പം ഞാൻ ആരാണെന്നാ ജനങ്ങൾ പറയുന്നെന്ന് പറഞ്ഞില്ലേ, അത് മരണം വരെ ആ ചോദ്യത്തിന് നീ അനുഭവങ്ങളും അറിവ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഓന വർഗീസ്. ഞങ്ങൾ ഫാമിലിയായിട്ട് UK താമസിക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് മിഥുൻ ജോർജ്. മക്കളാണ് ലിയോൺ ആൻഡ് ലൈറിൻ. ഞങ്ങൾ കോതമംഗലം കോഴിപ്പള്ളി ലിറ്റിൽ ഫ്ലവർ ഇടവക അംഗങ്ങളാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ UK ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുണ്ടായ 2 വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. കൃപാസനത്തിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നത്. പക്ഷെ അന്ന് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു അനുഭവങ്ങളും കിട്ടിയില്ല. എന്നാലും വന്നതല്ലേ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള വളരെ ലാഘവത്തോടെ എനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വലിയ ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ തുടരുകയോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ 2022 ജനുവരി മാസത്തിൽ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ കുടുംബമായിട്ട് UK മാതാവ് എത്തിച്ചു. സ്റ്റുഡൻറ്റ് വിസയിലാണ് ആദ്യം പോയത്. പക്ഷേ സ്റ്റുഡൻറ്റ് പീരീഡിലായിരിക്കെ തന്നെ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണയിലാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയത്. 2023 എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. പക്ഷേ ആ ജോലി എനിക്ക് തുടരാനായിട്ട് സാധിച്ചില്ല. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് എൻ്റെ സ്പോൺസർഷിപ്പ് വിഡ്രോവലായി. അപ്പോൾ ഇനി എങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് UK എത്തിയിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരവസരത്തിൽ ഞാൻ ഓർത്തത് ഉടമ്പടിയെക്കുറിച്ച്, കൃപാസനത്തിനെക്കുറിച്ച്. ഓൺലൈനിൽ കഴിഞ്ഞ 2024 മെയ് മാസത്തിലാണ് വീണ്ടും ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത്. ജോലിയില്ലാത്ത അവസ്ഥയും വിസയില്ലാത്ത അവസ്ഥയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ആയിരിക്കാൻ തുടങ്ങി. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വെച്ച ആ സമയത്ത് തന്നെ എൻ്റെ മൊബൈലിലേക്കൊരു മെസ്സേജ് വരികയാണ്, ഇന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വേക്കൻസി ഉണ്ട്, എനിക്കത് അപ്ലൈ ചെയ്താൽ എനിക്ക് ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, അത് എന്നെ ഒരുപാട് നാളുകളായിട്ട് എന്നെ വിളിക്കുകയോ കോണ്ടാക്റ്റിലുണ്ടാകാതെ ഇരുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് യാദൃശ്ചികമായിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ശക്തമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാതെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിൻ്റെ അടയാളമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ സ്ഥാപനത്തിൽ പോവുകയും അവിടെ എൻ്റെ ഒരു CV ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ മാനേജർ ഭയങ്കര കൈൻഡായിട്ട് എന്നോട് ബിഹേവ് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടു, ഉറപ്പായിട്ടും നിന്നെ വിളിക്കാം. പക്ഷേ പിന്നീട് ഒരു 2-3 ആഴ്ചയായിട്ടും എനിക്ക് യാതൊരുവിധ അപ്ഡേറ്റ്സും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ തുടരുകയായിരുന്നു. ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു, ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു, ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിൽ ഭയങ്കര ശക്തമായിട്ട് ആഴപ്പെടാനായിട്ട് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സാധിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും അവിടുന്ന് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഞാൻ അവിടെ വീണ്ടും പോയി അന്വേഷിച്ചു. അപ്പോൾ വേറൊരു മാനേജർ എന്നെ വിളിക്കാം, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടെങ്കിലും പിന്നീടും നിരാശയാണ് ഉണ്ടായത്. ആ മാനേജറും മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ലീവ് എടുത്ത് അവിടുന്ന് മാറിപ്പോയി. പിന്നീട് 2-3 മാസത്തോളം എനിക്ക് യാതൊരു അപ്ഡേറ്റ്സും ഉണ്ടായില്ല. വേറെ ജോലികളിലൊന്നും എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതൊന്നും സക്സസ്ഫുൾ ആയില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ എൻ്റെ പാരൻസ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ ഡാഡി ഇവിടെ ഉടമ്പടി തുടങ്ങി പ്രാർത്ഥിച്ചു. അവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു 3 മാസത്തിന് ശേഷം അതേ മാനേജർ എന്നെ വിളിച്ചിട്ട് എനിക്ക് അവിടെ ഇൻ്റർവ്യൂവിന് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ടായി. പക്ഷേ അവർ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞെങ്കിലും
എനിക്കവിടെ പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ആ ഒരു സമയത്ത് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാര്യം അവരുടെ ക്യൂവിൽ ഒരുപാട് പേര് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുക, അവിടുത്തെ ആ ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അവർക്ക് സ്പോൺസർഷിപ്പ് പിന്നീട് തരാൻ പറ്റും. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ ശക്തമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ അമ്മ മാതാവ് അത് തരാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പാർട്ട് ടൈം ജോലി 20 hours a week അത് മാത്രമായിരുന്നു അന്നേരം എനിക്ക് കിട്ടിയ ജോലി. പക്ഷെ അത് ഞാൻ സന്തോഷത്തോടെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. അങ്ങനെ 2 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വളരെ സങ്കടകരമായിട്ട് ആ ജോലിയും എനിക്ക് നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വന്നു. കാരണം എൻ്റെ പ്രീവിയസ് ഉണ്ടായിരുന്ന സ്പോൺസർഷിപ്പ് വിഡ്രോ ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഒരു 3-4 മാസമായിട്ടുണ്ടായിരുന്നു. UK നിയമം അനുസരിച്ച് ഒരു 60 ദിവസമാണ് നമ്മുടെ പഴയ സ്പോൺസർഷിപ്പ് വിഡ്രോവലിന് ശേഷം UK നമുക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനോ ഉള്ള ഒരു അർഹതയുള്ളൂ. പക്ഷേ എനിക്കറിയില്ല, ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടും UK ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് യാതൊരുവിധ മെയിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നില്ല. സാധാരണ എല്ലാവർക്കും ഒരു 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് കൊടുത്തിട്ട് 60 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ജോലി കണ്ടുപിടിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത പക്ഷം UK നിന്ന് നമ്മൾ തിരിച്ചു പോരേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടില്ല. ഈ കമ്പനിയിലെ ഈ മാനേജ്മെൻറ്റും അവരുടെ ലീഗൽ അഡ്വൈസേഴ്സും എന്നോട് പറഞ്ഞു, നിനക്ക് സ്റ്റിൽ UK വർക്ക് ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ നിൻ്റെ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വയം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൽ അയക്കുകയാണ്. എൻ്റെ സ്പോൺസർഷിപ്പ് ഒരു 4-5 മാസം ജൂലൈയിൽ വിഡ്രോ ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇതുവരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മെയിലും റിസീവ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സ്റ്റിൽ ഇവിടെ ലീഗലി റൈറ്റ് ടു ലീവ് എനിക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു മെയിൽ അവർക്ക് അയച്ചു. സാധാരണ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. എപ്പോഴാണോ മെയിൽ വരുന്നത് അത്രയും നാളും അവിടെ പിടിച്ചു നിൽക്കാനേ നോക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അത്ര വിശ്വാസമായിരുന്നു. അമ്മ മാതാവ് എന്നെ കൈവിടില്ല. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ വിസ വിഡ്രോവലായി എന്നുള്ളത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. അപ്പോൾ അവർ എനിക്ക് തിരിച്ച് മെയിൽ അയക്കുന്നത്, ഞങ്ങൾ അതിനെപ്പറ്റി അവെയറാണ്, നിൻ്റെ പഴയ സ്പോൺസർഷിപ്പ് കഴിഞ്ഞ ജൂലൈയിൽ വിഡ്രോവൽ ചെയ്തതാണ് പ്രീവിയസ് എംപ്ലോയർ, ഞങ്ങൾ അതിനെപ്പറ്റി അവെയറാണ്. പക്ഷേ ഞങ്ങൾ നിൻ്റെ ആ ഒരു കാര്യത്തിൽ ഞങ്ങളൊരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. സോ നീ ഇപ്പോഴും ഇവിടെ UK ലിവ് ചെയ്യാനായിട്ട് നിനക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു മെയിൽ അയച്ചു. അപ്പോൾ ആ മെയിൽ മതിയാകുമായിരുന്നു എനിക്ക് ഈ പറയുന്ന കമ്പനിയിൽ ആ ജോലി എനിക്ക് കിട്ടാനായിട്ട്. ഞാൻ ആ മെയിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എനിക്കിവിടെ താമസിക്കാനും ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളൊരു പ്രൂഫായിരുന്നു ആ മെയിൽ. പക്ഷെ വീണ്ടും ആ കമ്പനി ആ മെയിലും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ ഫൈനലി എനിക്കൊരു മെയിൽ അയച്ചു, നീ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ന്യൂസ് അല്ല ഈ മെയിലിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിൻ്റെ ആപ്ലിക്കേഷൻ സ്പോൺസർഷിപ്പിനുള്ള നിൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ എനിക്ക് റിസീവ് ചെയ്തു. അതോടെ ഞാൻ തീരുമാനിച്ചു, ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഇനി അവിടെ ഒരു കാര്യം, ഈ 6 മാസത്തോളവും ഞാൻ ഈ ഒരു കമ്പനി എനിക്ക് ജോലി തരും, ഇവർക്ക് ഈ ഒരു പേപ്പർ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. വേറെ ജോലികൾ സെർച്ച് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ജോലിയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്നതായിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ജോലിയൊന്നും ഈ ഒരു 6 മാസത്തിനുള്ളിൽ ട്രൈ ചെയ്തുമില്ല. ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഉറപ്പിച്ചു. ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഫൈനൽ മെയിൽ വന്നു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു, ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഞാൻ പേരൻസിനെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ഇനി പറ്റില്ല. അപ്പോഴത്തേക്കും ഞാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ എക്സോസ്റ്റഡ് ആയിരുന്നു. കുട്ടികളും ഒക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിൽ എത്തി. പ്രത്യേകിച്ച് എൻ്റെ മോളൊക്കെ ഭയങ്കരമായിട്ട്
മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കത്തിലായി. കാര്യം എന്നും അവൾ കാണുന്നത് അവളുടെ പപ്പയും അമ്മയും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതാണ്, എന്നും സങ്കടപ്പെടുന്നതാണ്. അപ്പോൾ അവരും മനസ്സുകൊണ്ട് മടുത്തു, അവർക്കും എങ്ങനെയെങ്കിലും തിരിച്ചു പോന്നാൽ മതി, നാട്ടിൽ വന്നാൽ മതി എന്നായി. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ നാട്ടിലേക്ക് പോരാനുള്ള, നാട്ടിൽ വന്നിട്ട് താമസിക്കാനുള്ള വീട് ശരിയാക്കുന്നു, ഞങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യുന്നു, അങ്ങനെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് യാതൊരു പരിചയവും മുൻ പരിചയവുമില്ലാത്ത അവിടുത്തെ പ്രെയർ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് അഭിഷേകാഗ്നിയുടെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു ആൻറ്റി, സരാമ ആൻറ്റി എന്നോട് പറഞ്ഞു, ഇന്നൊരു സ്ഥലത്ത് നിനക്കൊരു ജോലിക്കുള്ള സാധ്യത ഞാൻ കാണുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, ബാക്കിയെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, പരിശുദ്ധ അമ്മ വഴി നടത്തുന്ന പോലെ വരട്ടെ, പോകാനാണ് ഈശോയുടെ ഇഷ്ടമെങ്കിൽ അതിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈശോയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഞാനിനി ഒരിക്കലും വാശി പിടിക്കില്ല. അപ്പോൾ ലാസ്റ്റ് ട്രൈ എന്ന പോലെ ഞാൻ ഇവർ പറഞ്ഞ ഈ സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ എനിക്ക് COS അവിടെ നിന്ന് കിട്ടുകയാണ്. ഇതിന് മുന്നേ കണ്ട് പരിചയമില്ല, കേട്ട് പരിചയമില്ലാത്തൊരു സ്ഥലം, ആളുകൾ, പക്ഷേ ഒരു നിബന്ധനകളും ഇല്ലാതെ എനിക്ക് COS കിട്ടി. എൻ്റെ റെഫറൻസിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. വിത്തിൻ 1 വീക്ക് എൻ്റെ വിസ ശരിയായി, എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഡേറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ ഇവരുടെ വിസയും വെച്ചു. ഇവരും പഴയ വിസ ലീഗലി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കും അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും വിസ വേണം. അപ്പോഴും റൂൾസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് തടസ്സങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ, ഞങ്ങൾ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചതിൻ്റെ ആ ഒരു കാരുണ്യം അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇവരുടെ വിസയും അന്ന് എന്നാണോ അപ്ലൈ ചെയ്തത് അന്ന് തന്നെ ഇവരുടെ വിസയും ശരിയായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന ജോലി സ്ഥലത്തും എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ ശക്തിപ്പെടുത്തുന്നു. അത് സാഹചര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളെ അമ്മയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചു പോരുന്നു. ഓൺലൈൻ ഉടമ്പടി വെച്ചപ്പോൾ നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തിൽ അവസാനത്തെ ഒരു നിയോഗമായിട്ട്, 5ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെറുതെ എഴുതി ചേർത്തൊരു നിയോഗമാണ്. കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഒരു വീടിന് വേണ്ടിയിട്ട് സ്വപ്നം കാണാനോ വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങളുടെ അപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവും അവിടെ എങ്ങനെയെങ്കിലും നിലനിന്ന് പോവുക, അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ വെറുതെ ഞാൻ എഴുതി ചേർത്ത ഒരാഗ്രഹമാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്നുള്ളത്. പക്ഷേ പരിശുദ്ധ അമ്മ അത് കൺസിഡർ ചെയ്തു. ഈ പ്രാവശ്യം ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചിരിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര മനോഹരമായിട്ടുള്ള ഒരു ഭവനം നൽകി 16 വർഷത്തെ ഞങ്ങളുടെ വാടക വീട്ടിലെ ജീവിതത്തിന് സന്തോഷമായിട്ട് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു. ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും. ഹസ്ബൻഡ് അതുപോലെ എനിക്ക് ജോലി കിട്ടി. ഞാൻ പുതിയ സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. എനിക്ക് അവിടേക്ക് പോകാൻ പേടിയായിരുന്നു സത്യം പറഞ്ഞ കാര്യം. ഹസ്ബൻഡിന് പുതിയ ജോലി കണ്ടുപിടിക്കണം, മക്കൾക്ക് പുതിയ സ്കൂൾ കണ്ടുപിടിക്കണം, താമസിക്കാനുള്ള വീട് കണ്ടുപിടിക്കണം. ഇതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു, മെൻ്റലി ഫിസിക്കലി ഒക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് അറിയില്ലാതെ, പക്ഷേ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ പറയുന്ന സ്ഥലമാണ്, പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന സ്ഥലമാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, അമ്മയുടെ കൈ പിടിച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. പക്ഷേ
അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ഭവനം അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ലാത്തൊരു ഫാമിലി ആയിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന. വളരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഫീൽ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ സ്കൂള് അമ്മ ഒരുക്കി തന്നു. ഹസ്ബൻഡിൻ്റെ ജോലി ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ല എങ്കിൽ കൂടി ഒരു വളരെ നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഹെഡ് ഷെഫായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിന് ജോലി ശരിയാക്കി. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് സമൃദ്ധി നിറഞ്ഞൊരു ജീവിതം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ആ കുറച്ച് നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ട്രഗിൾസിനൊക്കെ സമ്മാനമായിട്ട് ഒരു സ്ട്രഗിൾസും ഇല്ലാത്ത സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതമാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ഈശോയുടെ അടുത്തുനിന്ന് വാങ്ങിത്തന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ സ്റ്റാറ്റസ് സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. അനേകം പേര് അത് നോട്ട് ചെയ്യുകയും എന്നോട് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡാഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് UK കുറേയധികം പാക്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ഇവരെ കൊണ്ട് കൊറിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷ് പീപ്പിളിനും മലയാളികളായിട്ടുള്ളവർക്കും ഒക്കെ ഇത് കൊടുത്ത് കൃപാസനത്തെ പറ്റി സംസാരിക്കുകയും കുറേ അധികം പരിശുദ്ധ അമ്മയുടെ കുറേ അധികം മെഡൽസ് വാങ്ങിക്കൊണ്ട് പോയിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷുകാർക്കൊക്കെ അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ മെഡൽ കിട്ടുന്നവർ. അത് വളരെ കാര്യമായിട്ട് സ്വീകരിക്കുകയും അപ്പോൾ ഞാൻ അമ്മയുടെ പാരിഷിനെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഒത്തിരി അധികം ഉണർവ് ഞങ്ങളുടെ ജീവിതത്തിന് അടിമുടി മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ഉടമ്പടി കാലഘട്ടം. ഞങ്ങൾ ഫാമിലിയായിട്ട് എൻ്റെ മാത്രമല്ല കുഞ്ഞുങ്ങളാണെങ്കിലും ഒരുപാട് പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിനോട് ചോദിച്ച് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ചോദിച്ചു വാങ്ങിക്കാനായിട്ടുള്ള ഒരു മനസ്സ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കും. ഇംഗ്ലീഷ് മാത്സ് ആണെങ്കിലും ഞങ്ങൾ 45 മിനിറ്റ് നടന്ന് വേണമായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്ത് പള്ളിയിൽ പോകാൻ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ വരുമായിരുന്നു. സ്കൂൾ ഇല്ലാത്ത എല്ലാ ദിവസവും വെക്കേഷൻ സമയത്തൊക്കെ എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊണ്ടു. കുടുംബ പ്രാർത്ഥന, പ്രതീക്ഷീകരണ പ്രാർത്ഥന, ബൈബിൾ വായന എല്ലാത്തിലും നന്നായിട്ട് സമർപ്പണത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ വായന, കുടുംബ പ്രാർത്ഥന, കൊന്ത എല്ലാം ഉണ്ട്. ഈ കൊന്ത ഞാൻ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കും. ഒരിക്കലും ഇത് കയ്യിൽ നിന്ന് മാറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ആ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ കൊന്ത കയ്യിൽ പിടിക്കുമ്പോൾ. ഈ കൊന്ത പിടിച്ചാണ് ഞാൻ അവിടെ സർവൈവ് ചെയ്തത്. പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തിനെയും മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 94:18. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാതെ താങ്ങി നിർത്തുന്നു. ഒന വർഗീസ് എന്ന മകളുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നാം കാണുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ കൂടി ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പല പ്രാവശ്യം വീഴാൻ പോകുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ആ നിമിഷങ്ങളിലെല്ലാം ഈശോയും അമ്മയും കാൽ വഴുതാതെ ഇവരെ പിടിച്ചു നിർത്തുന്ന, താങ്ങി നിർത്തുന്ന ഒരനുഭവമായാണ് ഇവർ സാക്ഷ്യപ്പെടുത്തിയത്. ഇവർ പറഞ്ഞ സാക്ഷ്യത്തിൽ തുടക്കത്തിൽ ഇവർ പറഞ്ഞു, ജോലിയില്ലാത്ത അവസ്ഥയിൽ ഉടമ്പടി എടുത്ത് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത ആ നിമിഷം തന്നെയാണ് ഒരു യാദൃശ്ചികമായി ഒരു മെസ്സേജ് വരികയും വളരെ കാലം ഒരു കോണ്ടാക്റ്റുമില്ലാത്ത ഒരു ഫ്രണ്ടിൽ നിന്നാണ് ഒരു ജോലിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുകയും
പിന്നെ അവിടെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടുകയും ചെയ്തത്. ഓരോ പ്രാവശ്യവും പല രീതിയിലാണ് ഈശോയും അമ്മയും ഇടപെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. ഓൺലൈൻ ഉടമ്പടിയായാലും തീർത്ഥാടന ഉടമ്പടിയായാലും ആ എടുത്ത നിമിഷം തന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് ഇവിടെ കാര്യത്തിൽ ഇടപെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ, കഷ്ടതകളുടെ നിമിഷങ്ങളിൽ കൃപാസന അമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ അമ്മ നമ്മെ കരം പിടിച്ച് പരിശുദ്ധ ദൈവസ്നേഹത്തിൻ്റെ കൃപയിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാല് വഴുതുമ്പോൾ നമ്മെ സ്നേഹത്തോടെ പിടിച്ച് കർത്താവിൻ്റെ കൃപയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഭക്തിയോടെ മുന്നോട്ട് നയിക്കാം. ഒന്നാ വർഗീസിൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എൻ്റെ പേര് സബീന. ഇതെൻ്റെ മോൻ ആദി. പത്തനംതിട്ട ജില്ല അടൂർ ഏഴംകുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ 2022 8/4/2022 ഉടമ്പടി എടുത്തു. 2023 ആദ്യ സാക്ഷ്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ അടുത്ത സാക്ഷ്യം പറയാനായി ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ വീട് പണി 2011 മുടങ്ങിക്കിടന്നതായിരുന്നു. ഇത്രയും നാളായിട്ടും എൻ്റെ വീടിൻ്റെ പണി നടക്കുകയായിട്ട് ഞാൻ അതുവഴി പോയാൽ പോലും ആ വീട്ടിലോട്ട് കയറുക പോലും ചെയ്യാത്ത ഞാൻ അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടിയിൽ ഞാൻ സാക്ഷ്യം പറയാവുന്ന നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ 2024 സെപ്റ്റംബറിൽ തന്നെ എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാൾ തീരുന്നതിൻ്റെ ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ പാല് കാച്ചി അതിൽ താമസമായി. രണ്ടാമത് 10 വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തിന് ഒരു സൗഖ്യം കിട്ടാത്തതിന് ദിവസം കരച്ചിലായി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും. 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് 8ൻ്റെ അന്ന് ഡോക്ടർ പറയും ആംബുലൻസിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് പോകുമായിരുന്നു. അതിലൊന്നിലും എനിക്കൊരു സൗഖ്യം കിട്ടിയില്ല. കുഞ്ഞിന് 1 വയസ്സായപ്പോൾ നട്ടല് കിഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴും ഡോക്ടർ പറയുമായിരുന്നു അത് ചെയ്യാതെ കുഞ്ഞിൻ്റെ രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, തലച്ചോറിൽ അണുബാധയായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിൽ വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല, എന്തുവെന്ന് വെച്ചാൽ അമ്മ തന്നെ നോക്കിക്കൊള്ളണം, എൻ്റെ കുഞ്ഞിൻ്റെ രോഗം എന്തുവായാലും പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റിത്തരണം. അമ്മയുടെ ഉപ്പും തേനും തൈലവും എല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിന് തേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് ഫ്രിഡ്ജിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മാത്രം ഞാൻ കണ്ടു. എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് തലകറങ്ങി വീണു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഫിക്സ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു EG ചെയ്യാനായിട്ടുള്ളത്. ഞങ്ങൾ ആ ഡേറ്റിന് ഹോസ്പിറ്റലിൽ പോയി EG ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. കുഞ്ഞിന് അവർ മരുന്ന് കൊടുത്തിട്ടും കുഞ്ഞ് മയങ്ങുന്നില്ല. 2-3 തവണ കുഞ്ഞിന് മരുന്ന് കൊടുത്തു. എന്നിട്ടും കുഞ്ഞ് മയങ്ങാതായപ്പോൾ അവർ അടുത്ത ഡേറ്റ് തന്നു. കുഞ്ഞ് എന്തോ ഭയങ്കര മദ്യം വെച്ച് എന്തോ കാണിക്കുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞായിപ്പോയി. ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിപ്പോയി, എന്തോ കുഞ്ഞിങ്ങനെ കാണിക്കുന്ന. ഡോക്ടർ പറഞ്ഞു ആ മരുന്നിൻ്റെ അഡിക്റ്റാ, അത് കുഴപ്പമില്ല, മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഡേറ്റിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി EG ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ചൊല്ലിക്കൊണ്ട് ഞാൻ അകത്തേ ഇരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഫിക്സ് ഒന്നുമില്ല, നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ വരുവേ വേണ്ട, തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരു മരുന്നാട്ടം ഒന്നും കൊടുക്കുന്നില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ദിവസവും ജപമാല ചൊല്ലി ഞാൻ എൻ്റെ കുഞ്ഞിന് തൈലവും ഉപ്പും തേനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല, ഒരു പനി പോലും വരുത്തതേയില്ല. പിന്നെ അടുത്തതായിട്ട് എൻ്റെ പ്രമാണം മഹേന്ദ്രയിലായിരുന്നു. എനിക്കത് എടുക്കാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞപ്പോൾ അത് മുടങ്ങിപ്പോയി. പിന്നെ ആ ദേശത്തോട്ട് ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ലായിരുന്നു. അടയ്ക്കാൻ അവർ കുറേ തവണ വന്ന് പറഞ്ഞിട്ടും എനിക്ക് അടയ്ക്കാൻ തോന്നുന്നതുമില്ല, അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിലെല്ലാം കയറി ഇറങ്ങി എനിക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ നോട്ടീസ് ഒട്ടിക്കാൻ വന്നു. ഞാൻ പാല് കാച്ചുന്നതിൻ്റെ ആ സമയമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പാല് കാച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് പൈസ അടച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല.
രണ്ടാമത് ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് പോകുന്നുണ്ട്. തൊടുവക്കാട് അഖണ്ഡ ജപമാല ഗ്രൂപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന മായ ആൻറ്റിയും രാജു പപ്പായുമാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യും. അവരെനിക്ക് എല്ലാത്തിലും മറുപടി തരികയും എന്നോട് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് നല്ല ആശ്വാസമാണ്. എനിക്ക് ഏതൊരവസ്ഥ വന്നാലും ഞാനെല്ലാം എൻ്റെ മായ ആൻറ്റിയോടാണ് വിളിച്ചു പറയുന്നത്. എനിക്ക് ആദ്യം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് തിരുക്കുമാരനോട് പറഞ്ഞു കഴിഞ്ഞ് അമ്മയുടെ അടുക്കെ മുട്ടുകുത്തി നിന്ന് ഞാൻ മായാൻറ്റിയെ വിളിക്കും. അപ്പം മായാൻറ്റി എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അടുക്ക് പ്രാർത്ഥനാ റൂമിൽ കയറിയിട്ട് പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന വചനം പറഞ്ഞു തരും. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ അമ്മ മാതാവ് എൻ്റെ എല്ലാ കാര്യത്തിലും പരിഹാരം തരുന്നുണ്ട്. പിന്നെ ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് പിറ്റേ മാസം പോയപ്പോൾ ഞാൻ അവിടെ ജപമാലയിൽ ഞാൻ വെച്ചിരുന്ന നിയോഗം, മാതാവേ എനിക്ക് എൻ്റെ പ്രമാണം എടുക്കണം, അവർ 8 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2.5 ലക്ഷം രൂപ എടുത്തിട്ടുള്ളൂ. പക്ഷേ അവരെന്നോട് പറയുന്നത് 8 ലക്ഷം രൂപ ഞാൻ അടയ്ക്കണമെന്ന്. എന്നെക്കൊണ്ട് നിവർത്തിയില്ല 8 ലക്ഷം രൂപ അടയ്ക്കാൻ. അമ്മ എന്തുവെന്ന് വെച്ചാൽ നോക്കണം. അവർ നിർബന്ധത്തോടെ എന്നോട് പറഞ്ഞു 8 ലക്ഷം രൂപ അടച്ചേ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ജപമാലയ്ക്ക് പോയിട്ട് വന്നു. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ച് പറയുന്നു 8 ലക്ഷം രൂപ വെറും 2 ലക്ഷം രൂപയാക്കി എനിക്ക് തന്നു. ഞാൻ എൻ്റെ പ്രമാണം എടുത്തു. എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് ഈ 10 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് നടക്കാത്ത കാര്യം എൻ്റെ അമ്മ എനിക്ക് 2 ലക്ഷം രൂപ ആക്കി. എനിക്ക് 2.5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തെടുത്ത് 8 ലക്ഷം രൂപ അവർ പലിശ ഉൾപ്പെടെയാക്കി വെച്ചിട്ട് വെറും 2 ലക്ഷം രൂപയ്ക്ക് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ തന്നു. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു സ്വന്തമായിട്ടൊരു മൈക്ക് സെറ്റ് വേണമെന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡ് KSRTC ജോലിയായിരുന്നു. പക്ഷേ അത് താൽക്കാലികമായിരുന്നു. എന്നാലും അവർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മൈക്ക് സെറ്റിൻ്റെ കാര്യം. 3 തവണ ഞാൻ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഞാൻ അതിന് പേര് കൊടുത്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ 2 വട്ടം കൊടുത്തു, റിജക്ഷനായി. 3ാമത് 2 ചേച്ചിമാരുടെ പേരിൽ കൊടുത്തു, അതും പോയി. 4ാമത് പരിശുദ്ധ അമ്മയുടെ പേരിട്ട് കൃപ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന പദ്ധതിയിൽ ഞാൻ പേര് കൊടുത്തു. പരിശുദ്ധ അമ്മ ഇന്നലെ എൻ്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. ഇന്നലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നും പോയിട്ടുണ്ട് വർക്കിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്. എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന എന്നെ എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ മരണം വരെയും അമ്മ മാതാവിലും തിരുക്കുമാരനും അടിയുറച്ച് വിശ്വസിച്ചോളാമെന്ന് ഞാൻ ഉറച്ച് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയോട് കോടാനുകോടി നന്ദി സ്തുതി. അതുപോലെ തന്നെ മായാൻ്റെയും പപ്പയെക്കുറിച്ചും ഒത്തിരി പറയാനുണ്ട്. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എനിക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് നിൽക്കുന്ന അവരാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാനും മായാൻ്റെയും പപ്പായും കൂടിയാണ് എല്ലാ കാര്യത്തിനും പോകുന്നത്. പിന്നെ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കും. ഞങ്ങളുടെ അടുത്തൊരു കേറ്ററിങ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഞങ്ങൾ എല്ലായിടവും കൊണ്ട് കൊടുക്കുകയും ഹോസ്പിറ്റലുകളിൽ പോയി ഫുഡ് കൊടുക്കുകയും വീട്ടിൽ വെച്ച് കൊണ്ട് കൊടുക്കുകയും പൊതിച്ചോറുണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലും വീടിനടുത്തും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ആത്മീയമായി ചെയ്യുന്നത് ബൈബിള് വായിക്കും. ദിവസവും ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും കൊന്ത ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. കൊന്ത ചെല്ലാൻ ഞാൻ പഠിച്ചത് തന്നെത്താനെയാണ്. ഞാൻ നേഴ്സ് കഴിഞ്ഞായിരുന്നു. 4.5 വർഷം ഞാൻ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തായിരുന്നു. അപ്പോഴും ഞാൻ നേഴ്സിംഗ് ബോണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയ്ക്കും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ പിള്ളേരും ക്രിസ്ത്യൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നായിരുന്നു ഞാൻ കൊന്ത ചെല്ലാൻ പഠിച്ചത്. ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിൽ 2ാമതായി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. ദൈവമാണ് നമ്മുടെ സൗഖ്യദാതാവ്. ആരും കാണാത്ത നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ, ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, ഭയങ്ങൾ, ദുഃഖങ്ങൾ ഇവയെല്ലാം നമ്മുടെ ദൈവം കാണുന്നുണ്ട്. കർത്താവ് ദൂരെയല്ല, മറിച്ച് നമ്മുടെ കൂടെയുള്ള, നമ്മളെ സ്നേഹത്തോടെ നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയാണ് നമ്മുടെ തകർന്ന ഹൃദയങ്ങളെ യേശുവിലേക്ക് കൊണ്ടുപോകുന്നത്, യേശുവിലേക്ക് നയിക്കുന്ന അമ്മയാണ്. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സുരക്ഷയും ആശ്വാസവും നൽകുന്നത്. കണ്ണീരോടെ നാം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും
ജീവിതത്തിൽ ഒരു ധൈര്യവും ലഭിക്കുന്നത് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. തകർന്ന ഹൃദയങ്ങളിലാണ് ഈശോയുടെ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സബീന എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയതും അതുതന്നെയാണ്. ഈ മകൾ പറഞ്ഞത് 10 വർഷത്തോളം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളുടെ കണക്കുകളാണ്. മുടങ്ങിക്കിടന്ന വീടിൻ്റെ പണിയായിരുന്നു അത്. 10 വർഷത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മുടങ്ങിക്കിടന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ 90 ദിവസത്തിനകം തന്നെ ഒരു പുതിയതായിട്ട് ആ തകർന്നു കിടന്ന പണി പുനരാരംഭിക്കാനും പെട്ടെന്ന് തീർക്കുവാനും സാധിച്ചു. സെപ്റ്റംബർ 8-ാം തീയതി അമ്മയുടെ ദിവസം തന്നെയാണ് ഈ മക്കൾ ആ വീട് ഇനാഗുറേഷൻ ചെയ്തത്. പിന്നീട് പറയുന്നത് അസുഖങ്ങളിലായിരുന്നു. ഈ മകൾ പറഞ്ഞ ഒരു രോഗസൗഖ്യമാണ്, മകൻ്റെ കാര്യമാണ്. എന്ത് രോഗമാണെന്ന് മനസ്സിലാകാതെ പല ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങി നടന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ഫിക്സാണ്, തലച്ചോറിൽ അണുബാധയാണ്, നട്ടല് കിഴിക്കണം എന്നൊക്കെ പല കാര്യങ്ങളും പല രീതിയിലോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമായില്ല. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എല്ലാ ട്രീറ്റ്മെൻറ്റും സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ മകൾ ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും ഈ മകന് ഔഷധമായിട്ട് നൽകിയത്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഈ മകൻ ഓരോ പ്രാവശ്യം കൊടുത്തത്. പിന്നീട് എല്ലാ ട്രീറ്റ്മെൻറ്റും സ്റ്റോപ്പായതിനു ശേഷം ഇന്ന് വരെ ആ മകൻ ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം പറയാനായിട്ടാണ് രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ച് ഈ മകൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീട് ഈ മക്കൾ പറഞ്ഞിരുന്നത് ബാങ്കിൽ പണയം വെച്ച പ്രമാണമായിരുന്നു. 8 ലക്ഷം രൂപയുടെ പലിശ കൊടുക്കണമായിരുന്നു. അവിടെയും പരിശുദ്ധ അമ്മയുടെ നല്ലൊരു ഇടപെടലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ തന്നെയാണ് പോയി ആ ബാങ്കിൽ പോയി 8 ലക്ഷം രൂപ 2 ലക്ഷമാക്കി കുറച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും. ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുന്ന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ ഒരു കൃപയും കരുതലും സ്നേഹവുമാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കാണുന്നത്. പിന്നീടുണ്ടായിരുന്നത് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒരു ക്രമീകരണമായിരുന്നു. 2 പ്രാവശ്യം ഹസ്ബൻഡിൻ്റെ പേരിലാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പേര് കൊടുത്തിരുന്നത്. അത് 2 പ്രാവശ്യം റിജക്റ്റായി. 3-ാമത്തെ പ്രാവശ്യം അടുത്തുള്ള 2 ചേച്ചിമാരുടെ പേരിൽ കൊടുത്തു, അതും റിജക്റ്റായി. പിന്നീട് വന്നത് ഈ മോളുടെ ടേൺ ആയിരുന്നു. സബീനയുടെ പേരിൽ കൊടുക്കാനായിട്ടായിരുന്നു. സബീന എഴുതിയത് കൃപ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന പേരിലാണ് ആ പേപ്പർ ഫോർവേഡ് ചെയ്തത്. അതാണ് വീണ്ടും അക്സെപ്റ്റ് ചെയ്ത് ഇന്നലെ ആയിരുന്നു അതിൻ്റെ ആ കൃപ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് ഇന്ന് അവർ ജോലിക്ക് തുടങ്ങിയത്. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലവും എല്ലാം പ്രാർത്ഥിച്ചാണ് അവരിന്ന് ആ ജോലി തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്ന അനുഗ്രഹങ്ങളുടെ ആഫ്റ്റർ അനുഗ്രഹങ്ങൾ. ഓരോന്നായിട്ട് ഈശോയും അമ്മയും കൂടെ നിന്ന് ഇവിടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ. ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തറിഞ്ഞ നാൾ മുതൽ ഈ മക്കളെ ഈശോയും അമ്മയുടെയും കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു രീതിയാണ് നാം കാണുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഓരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സമയത്തും ഈ മക്കൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതും പത്രങ്ങൾ കൊടുക്കാൻ പോയതും പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതും എല്ലാം ഓരോ കാര്യങ്ങൾ ഇവർ ഗ്രൂപ്പായിട്ടും മറ്റുള്ളവരുടെ കൂടെയും ഒന്നിച്ച് ചേർന്ന് നിന്നാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തത്. പരിശുദ്ധ അമ്മയോട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്തി തരുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 9-ാം വചനം പറയുന്നത് പോലെ, മകനെ രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുമെന്നാണ്. സബീനയും കുടുംബവും നല്ലൊരു വിശ്വാസത്തിൻ്റെ വ്യക്തികളാണ്. അവർ വിശ്വാസത്തോടെയാണ് കുടുംബസഹിതം ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാവരും ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനം 16:1 പറഞ്ഞ ദൈവമേ കാത്തുകൊള്ളണമെന്നുള്ള പ്രാർത്ഥനയാണ് ഇവർക്ക് കൂടുതലുള്ളത്. കാരണം മറ്റു പ്രാർത്ഥനകളൊന്നും അറിയത്തില്ല. ഇവരാദ്യമായിട്ടാണ് ഈശോയും അമ്മയും പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്ത് വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായത് മുതലാണ് ബൈബിൾ വായിക്കുകയും കൂടുതൽ ഈശോയുടെ അമ്മയോട് അടുക്കുകയും പ്രാർത്ഥനയിൽ കൂടുതൽ ജീവിതം നയിക്കുവാനും സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെ നടുവിലും ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ഹൃദയം തകർന്നുവെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയിലേക്ക് തിരിയാം. ഇവിടെയാണ് മുറിവുകൾ ബന്ധിക്കപ്പെടുന്നത്, ആത്മാവ് പുതുക്കപ്പെടുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. സബീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമേ തന്നെ
അനേകായിരങ്ങളുടെ മുൻപിൽ എൻ്റെ ജീവിതത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സിജി വർഗീസ്. പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം. ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ്. പത്തനംതിട്ടയിൽ വകയാറാണ് എൻ്റെ ഇടവക പള്ളി വരുന്നത്. ഞാൻ ഇവിടെ 2024 ഡിസംബർ മാസം 26-ാം തീയതിയാണ് ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ആൻറ്റി വഴി, അതായത് എൻ്റെ അമ്മയുടെ ചേച്ചി വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്, ഉടമ്പടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്, വിശ്വാസത്തിലോട്ട് വരുന്നതും. ഉടമ്പടി എടുക്കാൻ ഇടയായ സാഹചര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ്. എനിക്ക് ചെറുപ്പം മുതലേ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ട്. അലർജി എന്ന് പറഞ്ഞാൽ അസഹ്യമായ ചൊറിച്ചിലായിരുന്നു. ആദ്യമൊന്നും കാര്യമാക്കിയില്ല, ചൊറിയും പിന്നെ അങ്ങ് മാറും, പാട് വരും, ഒന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 26-ാമത്തെ വയസ്സ് തൊട്ട് ചൊറിച്ചിൽ അസഹ്യമായി. എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവാൻ തുടങ്ങി. ചെറിയ ചൊറിച്ചിൽ വന്ന് ചൊറിഞ്ഞാൽ പോലും അവിടെ പാടാവും, മുറിവാവും. ആ മുറിവ് പൊട്ടി വെള്ളവും ചോരയൊക്കെ വരും. എൻ്റെ തലയിൽ നിന്ന് മുടി നന്നായി പോകാൻ തുടങ്ങി. സ്കാൽപ്പിൽ നിന്ന് സ്കിൻ ഫുള്ള്, അതായത് അവിടുത്തെ സ്കിന്നോടുകൂടെ അവിടുന്ന് ഇളകാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ ഫോൾഡുകളിലെല്ലാം, അതായത് നമ്മുടെ മടക്കുകൾ വരുന്നിടത്ത്, കൈയുടെ മുട്ടിൻ്റെ അവിടെ, ബ്രസ്റ്റിൽ, വയറിൽ, കഴുത്തിൻ്റെ ഇവിടെ, ചെവിയുടെ മടക്കുകളിൽ, ഇവിടെ എല്ലാം എനിക്ക് മുറിവുകൾ, ചൊറിച്ചിൽ, വെള്ളം വരുന്ന അവസ്ഥ, അങ്ങനെ അസഹ്യമായിരുന്നു. കുളിക്കാൻ പറ്റില്ല. കുളിച്ചാൽ എനിക്ക് ഭയങ്കര നീറ്റലാണ്. കരഞ്ഞുകൊണ്ട് കുളിച്ച ദിവസങ്ങളുണ്ട്, കുളിക്കാൻ പേടിയായ ദിവസങ്ങളുണ്ട്. പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. ചൊറിഞ്ഞ് അവിടെ ഫുൾ പിഗ്മെൻറ്റേഷൻ വരും, കറുത്ത പാടാണ്. എല്ലാവരുടെയും ചോദ്യങ്ങൾ ഫേസ് ചെയ്യണം. ആദ്യമൊന്നും നെവർ മൈൻഡ് ആയിരുന്നു. പിന്നെ ചോദ്യങ്ങൾ കൂടിയപ്പോൾ നാണക്കേടായി, പുറത്തിറങ്ങാൻ പേടിയായി, ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പേടിയായി, കോളേജിലെ ഫംഗ്ഷനൊക്കെ പോകാൻ മടിയായി. അങ്ങനെ തീരെ കോൺഫിഡൻസൊക്കെ കുറഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് എടുത്തു. ഞാൻ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. മാംഗ്ലൂരാണ് പഠിക്കുന്നത്. അവിടെയുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു, അല്ലാതെയുള്ളവരെ കൺസൾട്ട് ചെയ്തു, നാട്ടിൽ വന്ന് എല്ലാവരെയും കൺസൾട്ട് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് തരും, അന്നേരം ജസ്റ്റ് ഒന്ന് കുറയും, വീണ്ടും കണ്ടീഷൻ സിവിയർ ആവും. പിന്നെയാണ് അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെന്ന് 26-ാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ചെയ്യുന്നത്. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ അതൊരു സ്കിൻ ഡിസോർഡറാണ്. ഡയബറ്റീസ് പോലെ ഇൻക്യൂറബിൾ ആണ്. അതായത് അതിനെ കംപ്ലീറ്റ്ലി നമുക്കത് സുഖപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ കണ്ടീഷനെ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ കണ്ടീഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടോ, ഇപ്പോൾ ചൂടുള്ളിടത്ത് നിൽക്കാൻ പറ്റില്ല, AC-യുടെ അവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അതാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷൻ. ഞാൻ ആ ഒരു വിഷയമാണ് എൻ്റെ ഒന്നാമതായി എൻ്റെ നിയോഗത്തിൽ സമർപ്പിച്ചത്. എൻ്റെ പപ്പയുടെ കൂടെയാണ് ഞാൻ 2024 ഡിസംബർ മാസം 26-ാം തീയതി കൃപാസനത്തിൽ എത്തിച്ചേരുന്നത്. പപ്പയും പപ്പയുടെ അനിയനുമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വന്നു. എൻ്റെ ആൻറ്റി പറഞ്ഞു, മോളെ നീ പോകുന്ന ആ സമയം തൊട്ട് നീ ഇതിന് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം പോവാൻ. അവിടെ പോയി മാതാവിനെ കൈ കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം, നീ പോകണം, മാതാവിനോട് കരഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചോണം, മാതാവ് തരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടി. ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു. എനിക്കറിയില്ല ഇത് ശരിക്കും ആൾക്കാരൊക്കെ പറയുമ്പം ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ ഞാൻ ഒത്തിരി ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാതാവ് എനിക്കിത് ശരിക്കും സത്യമാണെന്ന് എൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മാതാവ് തെളിയിച്ചു തന്നു. ഞാനങ്ങനെ ഇവിടെ വന്നു. അച്ഛൻ്റെ ഉടമ്പടിയിലെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കി അച്ഛൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സിലിരുന്നു. അപ്പോഴാണ് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കുന്നത്. എൻ്റെ അടുത്തിരുന്ന ആളിനോട് ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ, മുല്ലപ്പൂവിൻ്റെ മണം വല്ലതും വരുന്നുണ്ടോ? അപ്പം പറഞ്ഞു, ഇല്ല മോളെ, എനിക്കൊന്നുമില്ല. ഞാൻ ആൻറ്റീനെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി എനിക്കിതുപോലെ മുല്ലപ്പൂവിൻ്റെ, അപ്പോൾ തന്നെ ഞാൻ ആൻറ്റീനെ ഫോൺ ചെയ്തു, ആൻറ്റി എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട്. അപ്പം പറഞ്ഞു, മോളെ പേടിക്കണ്ട, മാതാവിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്, നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഉടമ്പടി തൈലം കൈ കിട്ടി. അപ്പോഴെല്ലാം എൻ്റെ കയ്യിൽ, എൻ്റെ 2 കൈയുടെ മുട്ടിൻ്റെ അവിടെയും പൊട്ടി പാടാണ്, മുറിവുണ്ട്, വെള്ളം ഒലിക്കുന്നുണ്ട്, എനിക്ക് നീറ്റലുണ്ട്. വിയർക്കുമ്പോഴൊക്കെ നല്ല നീറ്റലാണ് ആ മുറിവിനൊക്കെ. അപ്പം ഇവിടെ വിളക്കിൽ 3 തുള്ളി ഉടമ്പടി തൈലം ഉറ്റിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഉറ്റിച്ചപ്പോൾ എൻ്റെ കയ്യിൽ തൈലം, ഒബ്വിയസ്ലി നമ്മുടെ കയ്യിൽ തൈലം വരുമല്ലോ, പ്രാർത്ഥിച്ച തൈലമല്ലേ, വെഞ്ചരിച്ച തൈലമല്ലേ, അത് അവിടെ ഇവിടെയും തേക്കണ്ട, കയ്യിലങ്ങ് തേക്കാം എന്ന് കരുതി ഞാൻ കയ്യിൽ തേച്ചു. ബാക്കി ഉണ്ടായിരുന്ന എൻ്റെ കയ്യിൽ പറ്റിയ തൈലമാണ് ഞാൻ തേച്ചത്. മാതാവിനോട് ഞാനിവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതുവരെ നീറ്റലുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ നീറ്റലില്ല.
ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയ 5 മിനിറ്റിനുള്ളിൽ എൻ്റെ കയ്യിൽ പൊട്ടിയ മുറിവായിരുന്നെങ്കിൽ ആ മുറിവ് കരിഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മാതാവ് തന്നെയാണ്. വെള്ളം ഒലിച്ചുകൊണ്ടിരുന്ന മുറിവ് കരിഞ്ഞു. എനിക്ക് പിന്നെ അത് ഹീൽ ചെയ്യാൻ തുടങ്ങി. വിത്തിൻ 5 മിനിറ്റ്സ് എൻ്റെ പൊട്ടിയ ആ മുറിവുകളെല്ലാം കരിഞ്ഞു. അമ്മ മാതാവിന് 1000 നന്ദി. പിന്നീട് ആ ഒരു നിമിഷം തൊട്ട് ഞാൻ ഇന്നേ വരെ, ഈ ഒരു നിമിഷം വരെ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ പേരിലുള്ള മെഡിസിൻസ് ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇന്നേ വരെ ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിൻ കൃപാസനത്തിൽ നിന്നുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ്. എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ പാടുണ്ടായിരുന്നോ, എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ മുറിവുകളുണ്ടായിരുന്നോ, എൻ്റെ തലയിൽ, എൻ്റെ കൈയുടെ മുട്ടിൽ, എൻ്റെ ബ്രസ്റ്റിൽ, എൻ്റെ മുഖത്ത്, ചെവിയുടെ മടക്കുകളിൽ എല്ലാം ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ തേനും ഞാൻ മുടങ്ങാതെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവെ മാറ്റിത്തരണേന്ന് പറയുമായിരുന്നു. ഈ സെബോറിക് ഡെർമറ്റൈസിൻ്റെ ഭാഗമായിട്ട് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഞാൻ അതിൻ്റെ പാട് ഞാൻ മൊബൈലിൽ കാണിക്കാം. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആയിട്ട് നമ്മൾ ചൊറിയുമ്പോൾ വെളുത്തിങ്ങനെ പാട് വരില്ലേ, അതേപോലെ നന്നായിട്ട് വെളുത്ത പാട് വരും. പാട് വന്നിട്ട് അതിങ്ങനെ കിടക്കും, മാറില്ല. പിന്നെ അത് ഉണങ്ങിയതാണ്, പൊട്ടി അവിടുന്ന് വെള്ളം വരും, ചുമന്ന് കിടക്കും, ഭയങ്കര നീറ്റലുമായിരിക്കും. ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ പാടും കാര്യങ്ങളും ഒക്കെ. പിന്നീട് ഉള്ള എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഈ ഡെർമറ്റൈറ്റിസ് കാരണം തന്നെ എൻ്റെ മുടി നന്നായിട്ട് പോകുമായിരുന്നു. മുടിയേക്കാൾ നന്നായിട്ട് എൻ്റെ പിരികം, എൻ്റെ വലത്തെ കണ്ണിൻ്റെ കൺപിരികം, ഈ ഒരു ഭാഗത്ത് വട്ടത്തിൽ, അതായത് സർക്കിൾ ഷേപ്പിൽ സ്കിന്നോട് കൂടി പിരികം മൊത്തത്തിൽ ഇളകിപ്പോയി. 1 മാസത്തോളം അങ്ങനെ കൊണ്ടു നടന്നു. അത് ഞാൻ കാര്യമാക്കിയില്ല. ചൊറിച്ചിലുണ്ട്, ചൊറിയുമ്പോഴെല്ലാം ഈ തൊലി ഇളകിപ്പോയി, അവിടുത്തെ പിരികം മൊത്തത്തിൽ അങ്ങ് പോയി. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാണ്ടായി. കോളേജിൽ പോകുമ്പോൾ, ഹോസ്റ്റലിൽ പോകുമ്പോൾ സീനിയേഴ്സ്, ജൂനിയേഴ്സ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞ അലർജിയുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ് മടുത്തു. ഒരു ദിവസം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ്. 1 മാസം ആ ഒരു ഗ്യാപ്പിൽ അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ റൂമിൽ പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നപ്പോൾ, ഒരു മകൾ അമ്മയോട് ഒരു ആവശ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന പോലെ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ അമ്മയുടെ മോളല്ലേ, എല്ലാവരും എന്നെ നോക്കി കളിയാക്കുക, അമ്മയ്ക്ക് നാണക്കേട് തോന്നില്ലേ, അമ്മയുടെ മോളിങ്ങനെ എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് എനിക്കിതിന്നാണ്, എനിക്കിന്നത് വയ്യ എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പം ഞാൻ അമ്മയുടെ മോളല്ലേ, അമ്മയ്ക്ക് നാണക്കേട് തോന്നില്ലേ എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അമ്മ മാതാവിനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. പിന്നെ എനിക്ക് സങ്കടമായി. ഞാൻ അമ്മയോടാണല്ലോ, അമ്മ മാതാവിനോടാണല്ലോ ഞാൻ ദേഷ്യപ്പെടുന്നത്, ഈശോയുടെ അമ്മയല്ലേ, അങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം എനിക്ക് ഭയങ്കര കുറ്റബോധമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും, എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും, എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും എനിക്കിവിടുന്ന് മറുപടി ലഭിക്കുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ കൂടെയാണ്. എൻ്റെ മനസ്സിൽ എന്തൊരു ആവശ്യമാണോ, എന്തൊരു സങ്കടമാണോ, അതിനോട് സിമിലറായിട്ടുള്ള സാക്ഷ്യം മാത്രമായിരിക്കും എൻ്റെ ഫോണിൽ അപ്പോൾ എനിക്ക് കിട്ടുക. അപ്പം ഞാൻ ഈ ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ വന്നൊരു ചേട്ടായി സാക്ഷ്യം പറയുകയാണ്. ആ ചേട്ടായിയുടെ തലയിൽ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല, കഷണ്ടിയായിരുന്നു. എല്ലാവരും ചോദിക്കുന്നു, എല്ലാവരുടെയും നാണക്കേട് പുള്ളിക്കാരൻ ഏറ്റുവാങ്ങുന്നു. ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ ആയിരുന്നു അദ്ദേഹം പോയിരുന്നത്. അദ്ദേഹവും എന്നെപ്പോലെ അമ്മ മാതാവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അമ്മേ, ഞാൻ അമ്മയുടെ മോനല്ലേ, എനിക്ക് ഇതുപോലെ ഒരു മുടി പോലും ഇല്ല, എല്ലാവരും എന്നെ കളിയാക്കുന്നു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തെല്ലാം അമ്മ മാതാവിനോട് പറഞ്ഞോ അതേപോലെ തന്നെ അദ്ദേഹവും അമ്മ മാതാവിനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. പക്ഷേ അമ്മ മാതാവ് ആ ചേട്ടായിക്ക് ഒരുപാട് മുടി നൽകി അനുഗ്രഹിച്ചു. ആ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്കും വിശ്വാസമായി. അപ്പോൾ കുഴപ്പമില്ല, എൻ്റെ അമ്മ തന്നെയാണിത്, അപ്പോൾ എനിക്ക് എന്തും പറയാം, അമ്മയോട് എന്തും ആവശ്യപ്പെടാം എന്നുള്ള ധൈര്യം വന്നു. ഞാൻ അങ്ങനെ അമ്മയോട് വീണ്ടും ആവശ്യപ്പെടാൻ തുടങ്ങി. ഉടമ്പടി തൈലം വീണ്ടും അവിടെ പുരട്ടാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് കട്ടിയുള്ള പിരികം അവിടെ വന്നു. അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല, കാരണം അവിടെ ഒരു ഹെയർ ഫോളിക്കിൾ പോലും അവിടെ ഇല്ല, അതുപോലെ സ്കിൻ അവിടുന്ന് പോയതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് അവിടെ കട്ടിയുള്ള പിരികവും എൻ്റെ തലയുടെ സൈഡിലെല്ലാം മുടി പോയതായിരുന്നു, കറുത്ത പാടായിട്ട് കിടക്കുകയായിരുന്നു. അതെല്ലാം എനിക്ക് മാറി. പഴയത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഇപ്പോൾ 4th ഇയർ BSc നഴ്സിംഗ് എഴുതിയിട്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കൂടെ ക്രൈസ്തവരല്ലാത്ത കുട്ടികളും പഠിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. കൊന്ത ചൊല്ലാൻ ഞാൻ അവരെ പഠിപ്പിച്ചു. അവരും എന്നേക്കാൾ നന്നായിട്ട് ഇപ്പോൾ കൊന്ത ചൊല്ലുന്നുണ്ട്.
ഇപ്പോൾ തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത്, എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എടുത്ത അത്ര പ്രിപ്പറേഷൻസ് ഒന്നും എനിക്ക് തേർഡ് ഇയറിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രിപ്പയർ ചെയ്തിരുന്നു, 1 month പ്രയർ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും, പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എടുത്ത അത്ര എഫേർട്ട് എനിക്ക് വീട്ടിലിരുന്ന് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല തേർഡ് ഇയറിൽ. പക്ഷെ ഞാൻ എക്സാം എഴുതാൻ പോയത് എൻ്റെ അമ്മയെ മുറുക്കെ പിടിച്ചാണ്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ, ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്, തൈലവും അതുപോലെ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് ഞാനാണ് അവരുടെ നെറ്റിയിൽ തൈലം പുരട്ടി കൊടുത്തിരുന്നത്. ഉപ്പ്, തേന്, ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നാക്കിലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ തേൻ ഇറ്റിച്ച് കുടിച്ചിട്ട് ഉപ്പ് കയ്യിൽ കരുതും. ഹോൾ ടിക്കറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾ ഇരുന്ന് എഴുതുന്ന ഡെസ്കിൻ്റെ അവിടെ ചെറുതായിട്ട്, പിന്നെ ഞങ്ങളുടെ ബുക്ക്ലെറ്റിലൊക്കെ ഞങ്ങൾ ഉപ്പ് വിതറിയാണ് ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ഞങ്ങൾ പാസ്സായെങ്കിൽ അത്ര പോലും എഫേർട്ട് എടുത്ത് പഠിച്ചിരുന്നു, പക്ഷെ അത്രത്തോളം എഫേർട്ട് എടുക്കാതിരുന്ന തേർഡ് ഇയർ ഇവിടെ വന്ന ഈ ഒരു ഉടമ്പടിയിലായിരുന്നതിൻ്റെ ഫലമായിട്ട് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് പാസ്സാവാൻ അമ്മ മാതാവ് ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചു. പ്രത്യേകിച്ച് എൻ്റെ റൂമിൽ ഞങ്ങൾ 4 പേരും ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാണ് ആ തേർഡ് ഇയർ കംപ്ലീറ്റ് ആയത്. അതിൽ ഞങ്ങൾ 2 പേരും ക്ലാസ്സിൽ ടോപ്പ് 5-ലുള്ളവരാണ്. അമ്മ മാതാവിന് 1000 നന്ദി. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ തേർഡ് ഇയറിലായിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. കോഴ്സിലായിരുന്നത് കൊണ്ട് തന്നെ 3 ആഴ്ച, കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പഠിക്കാനും അദ്ദേഹം ദുബായിൽ ജോലിക്കും വേണ്ടി പോയി. പിന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വരാനുള്ള പ്ലാനിലായിരുന്നു അദ്ദേഹം. ആൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. 1 വർഷം കഴിഞ്ഞു, ലീവ് ഓൾറെഡി അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ നാട്ടിൽ വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ക്ലാസ് കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു. 1.5 വർഷമായപ്പോൾ എൻ്റെ ക്ലാസ് കഴിയുന്ന ആ ഒരു സമയം വന്നു. ഡിസംബറിലേക്ക് ലീവിന് അപ്ലൈ ചെയ്തു. ലീവിന് ആദ്യം പൊക്കോളാൻ പറഞ്ഞ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ ലീവ് ചോദിച്ചു തന്നപ്പോൾ ഇപ്പോൾ മാൻ പവർ കുറവാണ്, അതുകൊണ്ട് ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജാനുവരിയിലേ ഉള്ളൂ എക്സാം എന്ന് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ജാനുവരി പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ജാനുവരിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു ഡിസംബറിൽ ലീവ് അപ്ലൈ ചെയ്തവർക്ക് ജാനുവരിയിലേ ഉള്ളൂ. ജാനുവരി കൊടുത്തിട്ടും പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റില്ല, മാൻ പവർ തീരെ കുറവാണ്, വർക്ക് ലോഡ് കൂടുതലുണ്ട്, അപ്പോൾ ഇതുകൊണ്ട് ആരെയും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. HR ഡയറക്റ്റ് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആൾ സിറ്റുവേഷനൊക്കെ പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഇനി ആൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പോകും, അപ്പം ഇനി കാണാനൊന്നും പറ്റില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ എന്നൊക്കെ കുറേ കമ്പൽ ചെയ്ത് പറഞ്ഞു. പക്ഷേ HR സമ്മതിച്ചില്ല. ഡയറക്റ്റ് വന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല, ഫെബ്രുവരിയിൽ വേണമെങ്കിൽ പോവാം, അപ്പോൾ കുറേ ലീവ് തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് HR തടസ്സം പറഞ്ഞ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ലിസ്റ്റ് ഇട്ടതിൽ സോർട്ട് ഔട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വരാനും ലീവ് സാങ്ഷൻ ആവാനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു. ഞാൻ നിയോഗങ്ങൾ എഴുതി കൊടുത്തതിനേക്കാൾ കൂടുതൽ എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയൊക്കെ വീണു പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ അമ്മയെ മാതാവേ, എൻ്റെ കൃപാസന മാതാവേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേ എന്നൊരു വാചകം ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ അവിടെ പിടിച്ചുയർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും വീണു പോകാവുന്ന പല അവസ്ഥകളുണ്ടായപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, എന്നെ ഇങ്ങനെ തല ഉയർത്തി എല്ലാവരുടെ മുന്നിൽ സംസാരിക്കാൻ പ്രാപ്തിയാക്കിയത് എൻ്റെ അമ്മ മാതാവാണ്. അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് കിട്ടുന്ന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മേ മാതാവ് ഈ പത്രം ആരെന്താവശ്യത്തിന് വേണ്ടി കയ്യിലെടുക്കുന്നോ അവരുടെ നിയോഗങ്ങൾ നടത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ അറിവിലുള്ളവർക്കും ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ ഞാൻ സ്റ്റുഡൻ്റാണ്, ഇൻകം എനിക്ക് കിട്ടുന്നത് കുറവാണ്. അപ്പം കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും, അതായത് ഉടമ്പടിയിലായിരിക്കുന്ന അമ്മയിൽ വിശ്വാസമുള്ള ഞങ്ങളെല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കും. ആ ഉപവസിക്കുന്ന ആ നേരം ഞങ്ങളുടെ കോളേജിൻ്റെ താഴെ ഭിക്ഷ യാചിക്കുന്നവരുണ്ട്, അവർക്ക് ഭക്ഷണം ഞങ്ങൾ വാങ്ങിച്ചു നൽകും. അതുപോലെ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, അതായത് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ മെഡിസിൻസ് വാങ്ങിച്ചു കൊടുക്കാനോ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ രോഗികൾക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് വഴി ഷെയർ ചെയ്യാൻ തുടങ്ങി. ലൈവ് എപ്പോഴും കാണാൻ കഴിയുമായിരുന്നില്ല, ഫോൺ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുർബാനയിൽ എപ്പോഴും സംബന്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ. എന്നാൽ കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഒറ്റ കാര്യം മാത്രമായിരുന്നു, മാതാവെ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉപകരണങ്ങളാക്കി തീർക്കണേ, അമ്മയെ അനേകായിരങ്ങളുടെ മുന്നിൽ സാക്ഷീകരിക്കാനുള്ള ഭാഗ്യം തരണേന്ന്.
അതെൻ്റെ ജീവിതത്തിൽ കൂടെ മാതാവ് എനിക്ക് ചെയ്യാൻ സാധിച്ചു തന്നു. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയുള്ള ഒരു ബൈബിൾ വേഴ്സ് ഉണ്ട്. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 16 വാക്യം. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ, ഞാൻ ഫസ്റ്റ് ഡിഗ്രി പഠിച്ചിട്ടാണ് ഞാൻ BSc നഴ്സിങ്ങിന് പോകുന്നത്. ഒട്ടും ഇഷ്ടപ്പെടാതെ എടുത്ത, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമൊക്കെ എടുത്ത ഒരു കോഴ്സായിരുന്നു നഴ്സിംഗ്. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റി ഫസ്റ്റ് കൃപാസനത്തിൽ വന്ന് എനിക്ക് തന്ന ഒരു കൊന്തയാണ്, കൈക്കൊന്തയാണിത്. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ ആൻറ്റി എനിക്ക് തന്നെയാണ്. അന്ന് തൊട്ട് ഈ 4 കൊല്ലം ഞാൻ എപ്പോഴൊക്കെ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നോ, എപ്പോഴൊക്കെ ഞാൻ പഠിക്കാനിരിക്കുന്നോ, അപ്പോഴെല്ലാം എൻ്റെ കയ്യിൽ ഈ കൊന്തയുണ്ട്. ഈ കൊന്തയെ മുറുകെ പിടിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലാണ്. അമ്മ മാതാവ് എന്നെ അമ്മയുടെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് 1000 നന്ദി പറയുന്നു. നന്ദി. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 7 വചനമാണ്. നമ്മുടെ ഓരോ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് നമ്മൾ ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യവും വെളിപ്പെടുത്തി തരുന്നത്. ഇതും പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലാണ്. അതാണ് പറഞ്ഞത്, നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിങ്കിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മുടെ കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ മകൾക്ക് ഉടമ്പടി വസ്തുക്കളിൽ കൂടെ തന്നെ ഈശോയും അമ്മയും ആ രോഗസൗഖ്യം നൽകി ഇന്ന് ഈ മകൾ സന്തോഷത്തോടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. പിന്നീടുണ്ടായിരുന്ന BSc തേർഡ് ഇയർ എക്സാമാണ്. കുട്ടികൾ 4 പേരായിരുന്നു റൂമിലുണ്ടായിരുന്ന റൂംമേറ്റ്സ്. അവരെല്ലാവരും ഒന്നിച്ച് ഒരാൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു, മറ്റുള്ളവർ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. പല മതസ്ഥരാണ് എങ്കിലും അവരെല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് രാവിലെയും വൈകുന്നേരവും ഈ മകൾ തന്നെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർ 4 പേരും നല്ല ഡിസ്റ്റിങ്ഷനോട് പാസ്സാകാൻ സാധിക്കുകയും 2 പേർക്ക് നല്ലൊരു മെറിറ്റിൽ നല്ല മാർക്കായിട്ടാണ് ഇവർക്ക് കിട്ടിയത്. പക്ഷേ ഇവർ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ ഒരു കൃപയാൽ മാത്രമാണ് ഇവർ 4 പേരും നല്ല ഡിസ്റ്റിങ്ഷനോട് പാസ്സാകാൻ സാധിച്ചത്. അതും ഉടമ്പടി ജീവിതം നയിച്ചതിൽ ഈ മകൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റുള്ളവരെയും പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് നയിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അത് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ മാത്രമാണെന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ലീവ് ആപ്ലിക്കേഷനായിരുന്നു ഹോളിഡേയ്സിന് വരാനുള്ളത്. അതും ഹസ്ബൻഡ് ഇന്ന് വരാനും ഈ പള്ളിയിൽ ഈ മകളുടെ കൂടെ വന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനും സാധിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വന്നത്. ഇവിടെ നിന്ന് തന്നെ മൗനമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്മാന് കിട്ടിയതും അത് ഹോളിഡേ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഇല്ല എന്ന് തന്നെ വരാം. അസാധ്യങ്ങളുടെ സാധ്യമാക്കുന്ന ദൈവത്തോടാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് ഈ മകനും ഇന്ന് ഈ മകളുടെ കൂടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് ഈ ആലയത്തിൽ വരാനും സാധിച്ചത്. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും കാരുണ്യവും സ്നേഹവും കരുതലും മാത്രമാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ഉടമ്പടി നിയോഗമായിട്ട് സമർപ്പിക്കുമ്പോഴും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ഓരോ കാര്യത്തിൽ ഇടപെടുകയാണ്. 20 വർഷവും 30 വർഷവുമുള്ള രോഗങ്ങളും എല്ലാ പ്രശ്നങ്ങളുമാണ് ഈശോയും അമ്മയും ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും എന്തു തന്നെ ആയാലും വിശ്വാസത്തോടെ നമുക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ദൈവപരിപാലനയിൽ കാത്തു സൂക്ഷിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവപരിപാലനത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലും ആ ദൈവസ്നേഹം അറിയാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് നമ്മുടെ ഭയങ്ങളിൽ നിന്നും വിട്ടുമാറുവാനും എല്ലാ അവസ്ഥകളിൽ നിന്നും പിന്മാറി രോഗാവസ്ഥകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനും നമുക്കും പ്രാർത്ഥിക്കാം. പിന്നീട് ഈ മകൾ പറഞ്ഞതൊരു കാര്യമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നഴ്സിംഗ് സ്റ്റുഡൻസാണ് എങ്കിൽ പോലും
ആ മക്കൾക്ക് സമയം കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, ഈശോയുടെ അമ്മയുടെ സ്നേഹം എത്തിക്കുവാൻ സാധിച്ചു. കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൂടുതൽ ഇനിയും മുന്നോട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി മുന്നോട്ട് പോകുവാനുമാണ് ആഗ്രഹിക്കുന്നത്. ഐസയ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 16-ാം വചനം പറയുന്നത് പോലെ, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ ഉറച്ച വിശ്വാസത്തിൽ ഈ മകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കും വിശ്വസിക്കാം, നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടട്ടെ എന്ന് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെ കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. സിജി വർഗീസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മോളി, ഇതെൻ്റെ ഹസ്ബൻഡ് സജി. ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. പെരിന്തൽമണ്ണ ഫൊറോന അൽഫോൺസ ഫൊറോനയുടെ അംഗമാണ്. ഞാൻ 2019 മാർച്ച് 5-നാണ് ആദ്യമായി ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഈ പരിശുദ്ധമായ ആൾത്താരയിൽ എനിക്കിതെൻ്റെ 8ാമത്തെ സാക്ഷ്യമാണ്. അതിനെന്നെ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ളൊരു അവസരം തന്നതിന് നന്ദി പറയുന്നു. എൻ്റെ 19ാമത്തെ പുതുക്കലാണിത്. എൻ്റെ 18ാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് കിട്ടിയ 4 അനുഗ്രഹങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിലാദ്യമായി എനിക്ക് കിട്ടിയത്, എൻ്റെ ഹസ്ബൻഡിന് ഒരു കേസുണ്ടായിരുന്നു. അത് 20 വർഷമായിട്ടുള്ള കേസായിരുന്നു. 2005 എൻ്റെ ഹസ്ബൻഡ് ടീച്ചറാണ്. അതിൻ്റെ സർവീസ് സംബന്ധമായ ഒരു കേസായിരുന്നു, വിജിലൻസ് കേസായിരുന്നു. അത് കോഴിക്കോട് വിജിലൻസിലായിരുന്നു അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരുന്നത്. അത് അവിടെ നടക്കും, പിന്നെ അങ്ങോട്ട് മാറ്റും. പിന്നെ അതിന് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പം അത് ഹൈക്കോടതിയിലേക്ക് മാറ്റി. ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അത് പറഞ്ഞു, ഇത് ഹൈക്കോടതിയിലുള്ള കേസല്ല, കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ തീർപ്പാക്കേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എങ്കിൽ ഞാനിവിടെ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. പിന്നെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ചെയ്തിരുന്നു. ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടില്ല. എൻ്റെ ഉടമ്പടി പത്രവുമായി ഹസ്ബൻഡ് അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഉടമ്പടിയിൽ കൂടുതൽ ഒന്നുകൂടെ ഉത്സാഹത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് നമുക്ക് അതിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഓരോന്നും ഞങ്ങൾ അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ ഇരിക്കെ ആ കേസ് എറണാകുളത്ത് നിന്ന് പിന്നെയും അത് കോഴിക്കോട്ടേക്ക് മാറ്റി. അപ്പോൾ ആ ഫയലെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കിട്ടി. ആ ഹസ്ബൻഡ് ഫയലുമായി വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ ഫയലിൽ തേക്കുകയും ഉടമ്പടി ഉപ്പ് ആ ബാഗിൽ ഇടുകയും ചെയ്തു. അതിനുശേഷം വക്കീലിനെ കൊണ്ട് കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ വക്കീലിനെ നമുക്ക് മാറാം, ഈ വക്കീൽ ഇതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ കസിൻ ഒരു വക്കീലാണ്. ആ വക്കീൽ പറഞ്ഞതനുസരിച്ച് വേറൊരു വക്കീലിനെ ഞങ്ങളത് കൊടുക്കുകയും ആ വക്കീൽ ഒരു 2 മാസമായി എടുത്തിട്ടുള്ളൂ ആ കേസ്. അതിനുശേഷം അച്ഛൻ്റെ ഇവിടെ യൂട്യൂബ് ധ്യാനമുണ്ടായിരുന്നു. ഞാൻ എല്ലാ യൂട്യൂബ് ധ്യാനങ്ങളും ലൈവായി കൂടുന്ന ഒരാളാണ്. ആ ധ്യാനത്തിൽ 16/9/2025 അച്ഛൻ ആ ധ്യാനത്തിൽ പറഞ്ഞു, 17 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകുമെന്ന്. ഞാനും അതുപോലെ തന്നെ മാതാവിനോട് പറഞ്ഞു, അമ്മേ സെപ്റ്റംബർ 30-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ കേസിന് ഒരു തീരുമാനം അമ്മയാക്കി തരണം ഈശോട് പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല സഹായിക്കാൻ എന്ന് പറഞ്ഞു. ആ സെപ്റ്റംബറിലായി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സെപ്റ്റംബറിൽ 28-ാം തീയതിത്തേക്ക് ആ കേസ് മാറ്റിവെച്ചു. അത് ഒക്ടോബറിലായിരുന്നു നടക്കേണ്ടത്. ഒക്ടോബറാണ് ഗാന്ധി ജയന്തി. അങ്ങനെ വന്നിട്ട് പിന്നെ നീണ്ടുപോകും. അപ്പം സെപ്റ്റംബർ 28-ന് തന്നെയെന്ന് ജഡ്ജി പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കേസിന് വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ സാക്ഷികളെ വേണം. എൻ്റെ ഹസ്ബൻഡ് 2ാം പ്രതിയും അതിൽ അന്നത്തെ HM 1ാം പ്രതിയുമായിരുന്നു. HMന് സാക്ഷികളായിട്ട് ഹസ്ബൻഡും മരുമകനും ഉണ്ടായിരുന്നു, ജാമ്യക്കാരായിട്ട്. എൻ്റെ ഹസ്ബൻഡിന് ജാമ്യക്കാരായിട്ട് ആരെയും കിട്ടിയില്ല. കാരണം ഞങ്ങളുടെ ബ്രദേഴ്സൊന്നും ഇവിടെ ഉള്ളതല്ല, അവർ വിദേശത്താണ്. പിന്നെ ചോദിച്ചിട്ട് ആരെയും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ വലതു ഭാഗത്തും പരിശുദ്ധ അമ്മയെ ഇടത് ഭാഗത്തും നിർത്തിക്കൊണ്ട് പോക്കോ, അവർ സാക്ഷികളായി നിന്നോളൂ എന്ന് പറഞ്ഞു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ ബുധനാഴ്ചയാണ്. കാരണം ഞാൻ ബുധനാഴ്ചയാണ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അന്ന് ഞാൻ ഉപവാസത്തിലായിരുന്നു. ഞാൻ അഖണ്ഡ ജപമാല എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഉച്ചയായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്നും ആയിട്ടില്ല, ഇതുവരെയും വിളിച്ചിട്ടില്ല എന്ന്.
4 മണിയായപ്പോഴും ജഡ്ജി വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പേടിയായി. കാരണം ശനി എന്താണ് ആ ജഡ്ജി എന്ന് പറയുന്ന നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കട് ഇണ വീഴുകയില്ലാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ നിയമം അനുസരിച്ച് മാത്രമേ എന്തും ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതായി. കാരണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനാണ് ജാമ്യക്കാരും ഇല്ല. പക്ഷേ 4:30 ആയപ്പോഴേക്കും ജഡ്ജി ചേംബറിൽ വന്നിരുന്നു ഉടനെ തന്നെ ജഡ്ജി പറഞ്ഞു 2 പേരെയും കുറ്റവിമുക്തമാക്കിയിരിക്കുന്നു എന്ന്. അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മ അവിടെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ കേസിൽ അന്ന് ഞങ്ങളുടെ കേസിന് വെറുതെ വിടാൻ കാരണമായത്. ഇല്ലെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയാൽ ആ 20 വർഷം ഞങ്ങൾക്ക് പോയതുപോലെ ഇനിയും കുറേ വർഷങ്ങൾ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സത്യമാൻ തന്നെയാണ്. നമ്മൾ എത്രയും നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ കേൾക്കും, ഈശോയോട് പറയും, നമുക്കത് വാങ്ങിച്ചു തരും. അതുപോലെ തന്നെ റോമ 3:4 വിചാരണയിൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ള ആ വചനവും എനിക്ക് പറഞ്ഞു തന്നു. ഏതൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനത് വചനം എടുത്ത് വായിക്കും, അത് നമുക്ക് നടത്തി തരുകയും ചെയ്യും. അങ്ങനെ ആ കേസിൽ നിന്നും ഞങ്ങളെ കുറ്റവിമുക്തമാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് എൻ്റെ മോള് ലണ്ടനിലാണ്. ഞാൻ മോളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. 35 ലക്ഷം രൂപ വേണം അവളുടെ ഫീസായിട്ട് അടയ്ക്കാൻ. 27 ലക്ഷം രൂപയെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 8 ലക്ഷം രൂപ ഉണ്ടാകണം ജനുവരി 31-നുള്ളിൽ. ജനുവരി 27 വരെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് പലരോടും ചോദിച്ചു, ഹസ്ബൻഡിന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചിട്ട് അതും കിട്ടിയില്ല. ഒരു ദിവസമേ പിന്നെ ഉള്ളൂ. 28 ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയല്ലേ, അതുപോലെ ഫിലിപ്പി 4:19, 20, 21 ആ വചനങ്ങൾ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ വചനങ്ങളുമാണ് ഞാൻ അതിനുവേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ജപമാല ചൊല്ലും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം 28-ാം തീയതിയാണ് ഞങ്ങൾക്ക് ആ 8 ലക്ഷം രൂപയും കിട്ടിയത്. ആ 8 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയത് പലരുമായി ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോളുടെ കൂടെ പോയ ടീച്ചർ പൈസ തികഞ്ഞില്ലെങ്കിൽ എന്നോട് പറയണമെന്ന് ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് പറഞ്ഞപ്പം അതും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് മോളുടെ ഫീസെല്ലാം 8 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതും എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും സഹായിച്ചുകൊണ്ട് മാത്രമാണ്, അല്ല ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് ഒരു ടീച്ചറിന് എനിക്ക് കുറച്ച് ഗോൾഡ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് അവർ നിർബന്ധമായിട്ടും എൻ്റെ മോൾക്ക് വേണ്ടി തന്നാണ്. നിർബന്ധമായിട്ടും എനിക്ക് അന്ന് തന്നെ കിട്ടണം, അതിന് മാറ്റം വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയെ എങ്ങനെ ഞാൻ 3-3.5 ലക്ഷം രൂപയോളം ഉണ്ടാക്കണം, എങ്ങനെ ഞാൻ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മ എന്നെ ഈശോയോട് പറഞ്ഞ് എനിക്കതിനെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ 21 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു. 15-ാമത്തെ ദിവസം എനിക്കൊരു പേര് പറഞ്ഞു തന്നു, ഇന്ന ആളോട് ചോദിക്കാൻ. ആ പേര് ഉള്ള ആൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇന്ന ആളോട് ചോദിച്ചല്ലോ എന്ന്. അവരോട് പിറ്റേ ദിവസം തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കുറച്ച് ഫണ്ടുണ്ട്, അത് ഞാൻ FD ഇട്ടേക്കുവാണ്, പിന്നെ കുറച്ച് ഗോൾഡ് ഉണ്ട്, അത് തരാമെന്ന്. അങ്ങനെ തന്ന് അതും എന്നെ ഈശോയും അമ്മയും സഹായിച്ച് അതേ നാണക്കേടിൽ നിന്നും എന്നെ രക്ഷിച്ചു. പിന്നീട് ഞങ്ങളുടെ ഒരു കാറുണ്ടായിരുന്നു. ആ കാറ് ഞങ്ങൾക്ക് പ്ലഡ്ജിന് വെച്ചിരിക്കുകയായിരുന്നു. അതെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്നും അമ്മയോട് പറയും, ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. അപ്പോൾ പള്ളിയിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് കാറ് വേണം. അതിനുവേണ്ടി മാത്രമാണ്, വേറെ എവിടെ പോകാനും എനിക്ക് കാറില്ലെങ്കിലും കുഴപ്പമില്ല. പള്ളിയിൽ പോകാൻ രാവിലെയാണ് സമയം, അല്ലെങ്കിൽ വൈകും, ഞങ്ങൾക്ക് പള്ളിയിലെത്താൻ കഴിയില്ല. അപ്പോൾ അതും പ്രാർത്ഥിച്ച് അതും എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. നമ്മുടെ കഴിവോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാം. അങ്ങനെ ഓരോ വചനങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവൾ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അങ്ങനെ 1 പത്രോസ് 5:6 ഈ വചനമെല്ലാം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല ചെല്ലുന്നതിന് എനിക്കൊരു മടിയുമില്ല, എത്ര വേണേലും ജപമാല ചെല്ലും. പിന്നീട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ 4-5 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും. ആ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയെന്നാൽ ഞാൻ ജപമാല ചൊല്ലും, ഞാൻ അത് വായിക്കും. പിന്നീട് ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ ഓരോ പത്രത്തിലും തേക്കും. ഞാൻ പറഞ്ഞു, അമ്മ ഈശോയെ, ഇതറിയുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സാക്ഷികളായി മാറ്റണേ. ആരെങ്കിലും ഒരാളെങ്കിലും ഇതിൽ ഈശോയെ അറിയാൻ ആഴപ്പെടുത്താനും ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് ഞാനൊരു സാക്ഷിയാകുമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നീട് ഞാൻ നേർന്നായിരുന്നു കേസിൽ വിജയിച്ച എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്ന്. ഹസ്ബൻഡ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്തു, ഇപ്പം ഉടമ്പടി പുതുക്കുകയും ചെയ്തു.
പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, കുർബാന മുടക്കാറില്ല. 2 ആഴ്ചയുള്ള കുമ്പസാരം അത് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായന അത് ഇതുവരെയും മുടങ്ങിയിട്ടില്ല. പിന്നെ ഈശോയോടുള്ള സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനകൾ ഏത് നേരവും ഈശോയോട് തന്നെയാണ്, മാതാവിനോടും ഈശോയോടുമാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ സ്റ്റാറ്റസായി ഇടും. ഞാനൊരു ബ്യൂട്ടി തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ചിലർ പറയും മാഡത്തിൻ്റെ സ്റ്റാറ്റസ് കണ്ടിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാനത് പറയും. പിന്നെ വരുന്നവരോടൊക്കെ ഞാൻ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയും. പിന്നെ മാതാവിൻ്റെ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ 100 കോപ്പി, അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയതും മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉള്ള 100 കോപ്പി അച്ചടിച്ച് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്തു. പിന്നെയായിട്ട് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഓൾഡ് ഏജ് ഹോമുകളിൽ പോകും, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, അവരോട് കുറച്ച് സംസാരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ അവർക്ക് ചെയ്യും. ഞാൻ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചെന്നാൽ ഇപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യും. പിന്നെ ആത്മീയമായിട്ടും ഒരുപാട് വളർന്നു. പിന്നെ കുറച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും നമുക്ക് എളിമയോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്നും നമ്മുടെ കഴിവല്ല, ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ദാനം എന്നെപ്പോഴുള്ള ആ ഒരു ചിന്ത എന്നതിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഏത് നേരവും ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകണമെന്നാണ് എൻ്റെ 1ാമത്തെ നിയോഗം എഴുതുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ മാസത്തിലൊരിക്കലും എല്ലാവരും കൂടിയിട്ട്, കുറച്ച് പേരുണ്ട് അതിൽ, അത് കൂടിയിട്ട് ജപമാല ചെല്ലാറുണ്ട്. അങ്ങനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്ന ഇനിയുമുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ 7 വർഷമായി ഈ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുന്നു. ഒരു ദിവസം പോലും എനിക്ക് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ മുടക്കാറില്ല ഞാൻ. അതുപോലെ വലിയ പങ്കാളിത്തം, പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ യൂട്യൂബിലുള്ള അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, ഇതൊക്കെ എനിക്ക് അന്നേരം തന്നെ കാണണം. അതിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് തന്നെ. ജീവിതാവസാനം വരെ ഈ ഉടമ്പടിയിൽ തുടരണം എന്ന് തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മയും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ ഒന്ന് നന്ദി പറയാനായിട്ട്. ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി. 12/11/25 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ആത്മീയമായി പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ഉയരുവാനും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതിലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സങ്കീർത്തനം 139 5-ാം വചനമാണ്. പിന്നിലും മുൻപിലും നമ്മുടെ കഴിഞ്ഞ കാലത്തും വർത്തമാനകാലത്തും വരാനിരിക്കുന്ന കാലത്തുമെല്ലാം ദൈവത്തിൻ്റെ കരുതലിലാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും വളരെ സ്നേഹപൂർവ്വം നമ്മോട് കൂടെയുണ്ട് എന്നാണ് ഓരോ ഉടമ്പടി മക്കളും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ മേലുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം ഇത് തന്നെയാണ് കാണുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്നാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം വചനം പറയുന്നത്. ഉടമ്പടി മക്കൾക്ക് ഒരിക്കലും ലജ്ജിക്കപ്പെടുവാനുള്ള കാരണം കൊടുക്കാറില്ല. ഈശോയമ്മയെ ചേർന്ന് നിന്ന് ഇവിടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യത്തിലും നാം കാണുന്നത്. വീണ്ടും പറയുകയാണ്, ഒരുപക്ഷെ ഇവിടെ ആത്മീയ ജീവിതത്തിലുള്ള ആസ്തിയാവാം. ഇവർക്ക് നല്ലൊരു ഡിപ്പോസിറ്റ് ഉണ്ട്. 19 പ്രാവശ്യം പുതുക്കിയ ഒരു ഉടമ്പടി ജീവിതമാണ്. 7 വർഷമുള്ള ഉടമ്പടി ജീവിതം. ഇവരുടെ ഡിപ്പോസിറ്റിൻ്റെ കാരണം മാത്രം ആത്മീയതയുടെ ഒരു ഡിപ്പോസിറ്റിൽ നിന്നായിരിക്കാം ഇവർക്കുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞ ഗോൾഡ് കൊടുക്കാനുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. സമയചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് ഈശോയും അമ്മയും കൂടെ നടത്തി കൊടുക്കുകയായിരുന്നു. കാർ പ്ലഡ്ജും അതുപോലെ തന്നെ പള്ളിയിൽ പോകാനുള്ള ഒരാഗ്രഹമായിരുന്നു, അത് നടത്തി കൊടുത്തു. ഇവിടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും 8 പ്രാവശ്യം ഉടമ്പടി സാക്ഷ്യങ്ങൾ പറഞ്ഞെങ്കിൽ അത് ഈശോയുടെ അമ്മയുടെയും സ്നേഹവും വാത്സല്യവും കരുണയും അനുഭവിച്ചറിഞ്ഞ മക്കളാണ് ഇവരെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താവുന്നതാണ്. അത് ഉടമ്പടി പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. 8 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഈശോയും അമ്മയും ഇവരുടെ കൂടെ ഇവിടെ കരം പിടിച്ച് ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഉടമ്പടിയുടെ ഒരു നല്ലൊരു സാക്ഷികളായിട്ടാണ്, പ്രത്യക്ഷീകരണത്തിനൊരു നല്ല സാക്ഷികളായിട്ടാണ് ഇവരിന്ന് വിശ്വസ്തതയുടെ ഭക്തിയോടെ ഇന്ന് ഈ ആലയത്തിൽ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്.
നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ എന്തു തന്നെയാവാം, മുൻപിലും പിൻപിലും നമ്മളെ കരുതുന്ന, നമ്മൾക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതത്തിലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ഉണ്ടായാലും അതിലൊന്നും തളരാതെ നമുക്കും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്, അവിടുത്തെ കരം നമ്മുടെ മേലുണ്ട് എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. മോളിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെല്ല, ഹസ്ബൻഡ് മനോജ്, കുഞ്ഞ് മകൾ മിക്കയില. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മെൽബണിൽ സെൻറ്റ് അൽഫോൻസ കത്തീഡ്രൽ പാരീഷിൽ നിന്ന് വരുന്നു. നാട്ടിൽ സ്ഥലം അങ്കമാലി ചെത്തിക്കോട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 16 വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിനെ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹമായി ലഭിച്ചതിൻ്റെ നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. 2018-19 കാലത്താണ് ഞങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ് സിൻചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേട്ടത് ഉടമ്പടി എടുക്കുന്നത് രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ രാവിലെ 5:30 എഴുന്നേക്കാൻ എനിക്ക് സാധിക്കാത്തൊരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല. പിന്നീട് കോവിഡൊക്കെ ആയി. എങ്കിലും അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 2022 നാട്ടിൽ വരാൻ പറ്റിയത്. 2022 നവംബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം തിരിച്ച് ചെന്ന് ഉടമ്പടി ആദ്യം വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല മാതാവിലൊന്നും. കുഞ്ഞിനെ ലഭിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ എനിക്ക് പുതിയ ക്രമമായി ചെയ്യാൻ, എല്ലാം ചെയ്യുന്നതാണെങ്കിലും അതിനൊരു അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാനായിട്ട് ഉടമ്പടി നിബന്ധനകളാണ് സഹായിച്ചത്. ഓരോ ധ്യാനങ്ങൾ കേൾക്കും തോറും അത് എങ്ങനെ കൂടുതൽ നന്നായി അല്ലെങ്കിൽ കൂടുതൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ അത് പ്രായോഗികമായി ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായത് ഉടമ്പടി ധ്യാനങ്ങളിലൂടെയാണ്. വിശ്വാസം കൂടാൻ തുടങ്ങിയത് 2023 ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ മനസ്സിലൊത്തിരി വിഷമമൊക്കെ തോന്നി. അവിടെ ഒരു ധ്യാനം വന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇതിനിടയിൽ ഡോക്ടറെ കാണാൻ പോയി. ഒരു റെഗുലർ ചെക്കപ്പിനെന്നുള്ള രീതിയിലാണ് പോയത്. പോയി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ടൊരു അൾട്രാസൗണ്ട് ചെയ്യണം. സ്കാനിങ്ങിൽ റിപ്പോർട്ട് വന്നു 11 സെൻറ്റിമീറ്ററുള്ളൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി സർജറി വേണം. നാട്ടിൽ വരാൻ പറ്റിയില്ല, ഉടമ്പടി പുതുക്കാനും പറ്റിയില്ല അത് ആ സമയത്ത്. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്തു. വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഉടമ്പടി നിബന്ധനകളൊക്കെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. 24 ഞങ്ങൾ ഒരുമിച്ച് വന്നു. 2 പേരും ഉടമ്പടി പുതുക്കി. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി 2 പേരും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ വയറ്റിൽ വീണ്ടും എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഫീലിംഗ് തന്നെ, വേറൊരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫ്ലൈറ്റിന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ശനിയാഴ്ച ഞാൻ മല കയറാൻ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണാം, ഫൈബ്രോയിഡ് ആണോ എന്നൊന്ന് റൂൾ ഔട്ട് ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് ശനിയാഴ്ച ഡോക്ടറെ കാണുമ്പോൾ അൾട്രാസൗണ്ടിൽ കൺഫേം ചെയ്തത് 6 വീക്സ് പ്രഗ്നൻസി ആയിരുന്നു. എങ്ങനെയാണ് മാതാവിനോട് ഈശോയോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. 16 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല. 2020 എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തിയതാണ്. പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം ഉണ്ടായിരുന്നത്. കൊന്ത ചൊല്ലും. എപ്പോഴും ആശങ്കകളും ഒക്കെ വരുമ്പോൾ കൊന്ത ചൊല്ലാനും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും ഇത് രണ്ടുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചു ചെന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഫൈബ്രോയിഡും ഉണ്ട്, പ്രഗ്നൻസിയും ഉണ്ട്. രണ്ടും ഒപ്പം വളർന്ന അത് കോംപ്ലിക്കേഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടാമത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ താഴെയാണ്. അപ്പോൾ അത് മുകളിലേക്ക് കയറാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എനിക്ക് പ്രായമുണ്ട്, മുമ്പൊരു സർജറി യൂട്രസിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്തെല്ലാം സാധിക്കുമ്പോൾ ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും കുർബാനയ്ക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നോമ്പ് സമയത്തൊക്കെ ധ്യാനങ്ങൾ വൈകുന്നേരം ധ്യാനമല്ല, കുർബാന, വിശുദ്ധ കുർബാന ഉച്ച കഴിഞ്ഞാണ് എല്ലാ ദിവസവും. അപ്പോൾ
ജോലി കഴിഞ്ഞ് വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ. അതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പള്ളിയിൽ പോകണം, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ആ സമയമൊക്കെ കൊന്ത് ചെല്ലണം. അങ്ങനെ 2025 ഡിസംബർ 10 ഞങ്ങൾക്ക് ദൈവം ഈ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇന്ന് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് തക്ക സമയത്ത് ഇടപെടുന്നൊരു ദൈവവും മാതാവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ എമർജൻസി ആയിട്ട് കൊച്ചിന് പാസ്പോർട്ട് എടുത്ത് നാട്ടിൽ വരണം എന്ന് തോന്നാനായിട്ട് അപ്പച്ചന് സിക്കായിരുന്നു. അപ്പോൾ പോരുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്രയും സമയം വരുമ്പോഴൊക്കെ എങ്ങനെയാകും? പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം. മാതാവ് തന്ന കുഞ്ഞാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ പോരാനും ഇവിടെ എത്താനും ഇപ്പം മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഒന്ന് നന്ദി പറയാനും ഒക്കെ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ രോഗികളെ സന്ദർശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വോളണ്ടറി വർക്കിന് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത് പോലീസ് ക്ലിയറൻസ് കിട്ടി. ആദ്യം കുറച്ച് സമയത്തൊന്നും പറ്റേണ്ടായിരുന്നില്ല. പിന്നീട് ഏജ്ഡ് കെയറിൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് ദിവസം പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചി ഒരു വേദപാഠം ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും വേദപാഠം പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നീട് എനിക്ക് അങ്ങനെ വേദപാഠം പഠിപ്പിക്കണം അങ്ങനെ ഒരു പ്രചോദനം തോന്നി. പിന്നീട് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ക്രോഷി ചെയ്ത്. ആ സമയം ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകുന്ന സമയത്ത് വിൻ്ററിന് മുമ്പേ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ രോഗികൾക്ക് വഴിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എന്തെങ്കിലും പറ്റുന്ന സഹായങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമാണ്. എപ്പോഴും ദേഷ്യം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വളരെ കുറച്ചു നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ മുമ്പ് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അതൊന്നും നോക്കണമെന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നാറില്ല. എനിക്ക് കൊന്ത ചെല്ലണം, എത്ര കൊന്ത ചെല്ലാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്നാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കാറ്. 8-10 കൊന്തയൊക്കെ ചെല്ലണം, അത് നിസ്സാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ആദ്യമൊക്കെ ഒരു കൊന്ത ചെല്ലുന്ന കാര്യം പോലും എനിക്ക് അത്ര താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. ഇപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല എനിക്ക്. അങ്ങനെയാണ് എൻ്റെ തോന്നലുകൾ വരുന്നത്. ഉടമ്പടിയിലെ നിബന്ധനകളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് ഈശോയോട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അടുക്കണം എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ 2023 അവസാനമായപ്പോൾ പുതിയ വർഷമാണ്, എന്ത് മാറ്റം സ്വഭാവത്തിൽ വരുത്തണം എന്ന് ചോദിയപ്പോൾ ഞാൻ ചിന്തിച്ചു 2024 മുടങ്ങാതെ 365 ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ 3 സ്ഥാപനങ്ങളിലായിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇതിനിടയിൽ മെൽബണിൽ 365 ദിവസം വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും ദൈവവും യേശുവും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. സർജറി അതിൻ്റെ ഇടയിലാണ് ആ മേജർ ഓപ്പൺ അബ്ഡോമിനൽ സർജറി വന്നത്. എങ്കിൽ ആ 2 ദിവസം ഒഴിച്ച് ഹസ്ബൻഡ് ഒത്തിരി ഞങ്ങൾ ഒരുമിച്ചാണ് കുർബാനയ്ക്ക് ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ലീവായിരുന്ന സമയത്തും ഹസ്ബൻഡ് ഒരുമിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് പോവും. കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ മെൽബൺ സിറ്റിയിൽ കുർബാനയ്ക്ക്, അവിടെയാണ് കുർബാന. ഒരു ദിവസം 4 കുർബാനയുള്ള പള്ളി അറിയാമായിരിക്കും, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ. അപ്പോൾ കുർബാന മിസ്സാകും ആ ദിവസം എന്ന് തോന്നിയ സിറ്റിയിലേക്ക് ഞങ്ങൾ പോവും കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം ആ ഓപ്പറേഷൻ്റെ അന്നും പിറ്റേ ദിവസവും മാത്രമാണ് വിശുദ്ധ കുർബാന മടങ്ങിയിട്ടുള്ളൂ. ദൈവം അനുവദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും പോകാനായിട്ടൊക്കെ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈശോയോട് ജീവിതം മാറ്റിമറിച്ചതിന് നന്ദി പറയണ്ടേന്ന് അറിയില്ല. അതുപോലെ ജോലിയിലും ഒരു മാറ്റം, കുഞ്ഞുണ്ടായി പ്രഗ്നൻസിയിൽ ഇത്രയും കോംപ്ലിക്കേഷൻ വരും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാഗ്രഹിച്ചു ഒരു പാർട്ട് ടൈം ജോലിയിലേക്ക് മാറണം. മുമ്പ് ടീച്ചിങ് ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പ്രഗ്നൻസിയുടെ ഇടയിൽ നമുക്കൊരു പുതിയൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, പെർമനൻറ്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ ചോദിക്കും നമ്മൾ ഉടനെ ഒരു ലീവ് പ്ലാൻ ചെയ്യണ്ടോ. അതും ഒരു പാരൻ്റൽ ലീവാണെന്ന് പറയുമ്പോൾ അവർക്ക് എളുപ്പം നമ്മൾ മാറ്റാൻ പറ്റും, വേറെ കാൻഡിഡേറ്റ്സിനെ എടുത്താൽ മതി. പക്ഷേ ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം കൊണ്ട് ഈ പ്രഗ്നൻസിയുടെ ഇടയിലാണ്
എനിക്കൊരു പുതിയൊരു പെർമനൻറ്റ് പാർട്ട് ടൈം ജോബിലേക്ക് ഞാൻ മാറിയതും. ഇതിനെല്ലാം ഈശോയോടും മാതാവിനോടും 1000 നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 4:19. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. സ്റ്റെല്ല മനോജ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവ സമ്മാനവുമായി അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ 16 വർഷം മക്കളില്ലാതിരുന്ന ദമ്പതികളാണ്. ഏറെ ക്ലേശങ്ങൾ, സങ്കടങ്ങൾ, നിരാശകൾ, ചോദ്യങ്ങൾ, ഇങ്ങനെ കുറേ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒത്തിരി നാൾ ചികിത്സയ്ക്ക് വേണ്ടി അലഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിഫലമായപ്പോൾ ഏതാണ്ടൊരു 6-7 വർഷം മുമ്പ് പൂർണ്ണമായിട്ടും ചികിത്സ നിർത്തുകയും ഇനി ദൈവം അനുവദിക്കുന്ന സമയത്ത്, അമ്മ മാതാവും ഈശോയും ആഗ്രഹിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുഭവിക്കുവാനും ജീവിതത്തോട് ചേർക്കുവാനും ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് നൽകും എന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ദമ്പതികളായി, കുടുംബമായി ഇവർ നിലനിന്നു എന്നതാണ് പ്രത്യേകത. സഹോദരി പറയുന്നുണ്ട്, ആദ്യം ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഇത്രയൊരു അസ്വസ്ഥതയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് അതിൻ്റെ ആദ്യകാലത്തിൻ്റെ ഒരു അസ്വസ്ഥതകൾക്ക് ശേഷം എത്ര കണ്ട് തൻ്റെ ജീവിതത്തെ ആന്തരികമായി ബലപ്പെടുത്തുന്ന വിധത്തിൽ, ബാഹ്യമായ തൻ്റെ ജീവിത രീതികളെ ക്രമപ്പെടുത്തുന്ന വിധത്തിൽ ഉടമ്പടി സ്വാധീനിച്ചുവെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നമ്മളെ ഉടച്ചു വാർക്കുന്നില്ലെങ്കിൽ ആ ഉടമ്പടിയെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഏതെങ്കിലും എഴുതിയ 1-2 കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായി ഉടമ്പടിയെ കാണരുത്. നമ്മുടെ ജീവിതത്തെ ഉടച്ചു വാർത്ത് ദൈവത്തിന് കൂടുതൽ കൃപയുള്ള, ദൈവസന്നിധിയിൽ കൂടുതൽ കൃപയുള്ള, ദൈവത്തിന് കൂടുതൽ നിക്ഷേപമുള്ളൊരു ജീവിതമായി നമ്മുടേത് മാറ്റുവാനായിട്ട് സാധിക്കണം. മകളുടെ വാക്കുകളിൽ നമ്മൾ അതാണ് കണ്ടത്. കുർബാന മുടങ്ങരുത് എന്നൊരു തീരുമാനം ആ 23 അവസാനം ആഗ്രഹിക്കുന്നു. മകൾ പറയുന്നുണ്ട്, പിന്നീട് എനിക്ക് ഓപ്പറേഷൻ നടന്ന 2 ദിവസം ഒഴികെ ഒന്നുപോലും മുടങ്ങാതെ ആ കുർബാനയിൽ പോകുവാൻ വേണ്ടി എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും അമ്മ മാതാവ് സഹായിച്ചു കൊണ്ടിരുന്നു. അല്പനേരം ബൈബിൾ വായിക്കുക, പ്രാർത്ഥന കഴിയുമ്പോൾ അതുതന്നെ കഷ്ടപ്പാടായിരുന്നു. ഇന്ന് മണിക്കൂറുകൾ വചനം വായിക്കുവാൻ വേണ്ടി സന്തോഷവും ആവേശവുമാണ്. ഒരു ജപമാല പോലും ചൊല്ലിത്തീരുന്നത് ഒത്തിരി വിചാരത്തോടു കൂടിയായിരുന്നു. ഇപ്പോൾ 8-10 ജപമാല ഒരേ ആലോചനയിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ചെയ്യുവാൻ ഉടമ്പടിയിലൂടെ കൃപയുള്ള വ്യക്തിയായി എന്നെ സഹായിച്ചുവെന്ന് അച്ഛൻ എപ്പോഴും ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയും, നമുക്ക് കൃപകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും വ്യക്തത ഉണ്ടാവണം. അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഫേവേഴ്സ്, താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ്. ഒരു അനുഗ്രഹം കിട്ടിയത് കൊണ്ട് നമ്മുടെ ജീവിതം അവിടെ പരിസമാപ്തി വരുന്നില്ല, അതുകൊണ്ട് ആവശ്യങ്ങൾ തീരുന്നില്ല. പക്ഷെ കൃപകൾ ലഭിക്കുന്തോറും അത് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ മാറ്റുകയും വളർത്തുകയും ചെയ്യും. മകൾക്ക് ലഭിച്ച കൃപകളുടെ വളർച്ചയാണ് ഈ സാക്ഷ്യത്തിൽ എടുത്തു പറയുന്നത്. ജപമാല ചൊല്ലുവാൻ എനിക്ക് കൂടുതൽ സ്ഥിരത കിട്ടി, ഏകാഗ്രത കിട്ടി. കുർബാന കാണുവാൻ എനിക്ക് കൂടുതൽ സ്ഥിരത കിട്ടി, അത് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യം ഒത്തുകിട്ടി. ഒത്തിരി തിരക്കുണ്ടെങ്കിലും, പലയിടത്ത് ജോലിയുണ്ടെങ്കിലും സമയം ക്രമീകരിച്ച് അതിനുവേണ്ടി പോകുവാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വചനം വായിക്കുവാൻ എനിക്കൊരു അഭിഷേകം കിട്ടി. അതുകൊണ്ട് സമയമല്ല നോക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം കേൾക്കുവാനും വായിക്കുവാനുമുള്ള ശ്രദ്ധയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു ജീവിതം ദൈവ സന്നിധിയിലേക്ക് കൊടുക്കുവാൻ കാണിക്കുന്ന സന്മനസ്സിനാണ് ദൈവം ഒരുപക്ഷെ മറ്റുള്ളവർ ഇനി ഒരിക്കലും നടക്കില്ല, ഏതാണ്ട് ഇവരുടെ ജീവിതം ഇങ്ങനെ പോകൂ എന്ന് എഴുതിത്തള്ളിയ നാളുകളിൽ ഈ 16ാമത്തെ ദാമ്പത്യ വർഷം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന് സമയത്തിന് മേൽ, കാലത്തിന് മേൽ, ആരോഗ്യത്തിന് മേൽ, ഇല്ലായ്മകളുടെ മേൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മേൽ, നമുക്കിനി നടക്കില്ലെന്ന് കരുതുന്ന വിഷയങ്ങളുടെ മേൽ തീരുമാനമെടുക്കുവാൻ, തിരുത്തുവാൻ, അനുഗ്രഹിക്കുവാൻ കൃപയുണ്ട്, ശക്തിയുണ്ടെന്ന് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും